നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. രാസലഹരിയും കഞ്ചാവുമൊക്കെയായി പ്രമുഖരായ പലരെയുമാണ് പിടിക്കപ്പെടുന്നത്. ആദ്യം ഷൈൻ ടോം ചാക്കോയുടെ സംഭവമുണ്ടായി. തൊട്ടു പിന്നാലെ രണ്ട് പ്രധാനപ്പെട്ട സംവിധായകർ, മലയാളത്തിലെ മുൻനിര സംവിധായകർ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടുന്നു. ഇന്നിപ്പോൾ തൻ്റെ രാഷ്ട്രീയമൊക്കെ പാട്ടിലൂടെ ആർജവത്തോടു കൂടി പറയുന്ന റാപ്പർ വേടൻ അദ്ദേഹത്തിൻ്റെ 9 സുഹൃത്തുക്കളുമായി ഒരു ഫ്ലാറ്റിൽ നിന്ന് അദ്ദേഹം കഞ്ചാവുമായി പിടികൂടുന്നു. സ്വാഭാവികമായും അത്തരത്തിലേക്കൊക്കെ വലിയ തരത്തിൽ കഞ്ചാവിൻ്റെ ഒരു പിടികൂടൽ എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. സമൂഹത്തിൽ എല്ലാത്തരം ആളുകളെയും കഞ്ചാവ് വലിക്കുന്നവർ, ഇനി സെലിബ്രിറ്റികളായാലും മറ്റ് സ്വാധീനമുള്ളവരായാലും എന്ത് ആളുകളായാലും അവരെയൊക്കെ പിടികൂടുക എന്നത് നല്ല കാര്യം തന്നെയാണ്. അതിനെ പോസിറ്റീവായ അർത്ഥത്തിൽ തന്നെ സമൂഹം എടുക്കുകയും ചെയ്യും. പക്ഷേ അതിനപ്പുറം ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ, വലിയ കോടിക്കണക്കിന് രൂപ വരുന്ന ഈ രാസലഹരി അടക്കമുള്ളവ, കഞ്ചാവും രാസലഹരി MDMA അടക്കമുള്ളവ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്, കേരളത്തിലേക്ക് എത്തിക്കുന്ന വൻകിട റാക്കറ്റുകളുണ്ട്. ഈ റാക്കറ്റുകളാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ നാട്ടിലേക്ക് എത്തിക്കുന്നതും വിതരണം ചെയ്യുന്നതും. പിടികൂടുന്നത് ഇങ്ങേയറ്റത്ത് ഉപയോഗിക്കുന്ന ചില ആളുകളോ അല്ലെങ്കിൽ അത് കൊണ്ടു കൊടുക്കുന്ന ചെറുകിട കച്ചവടക്കാരോ ഒക്കെയാണ് പലപ്പോഴും പിടികൂടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വൻകിടക്കാരെ പിടികൂടാൻ പലപ്പോഴും നമ്മുടെ സംവിധാനത്തിന് കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സംവിധാനം അവിടെ നോക്കി കണ്ണടയ്ക്കുകയാണ്. സിനിമാ നടന്മാരെയും പ്രശസ്തരായ ആളുകളെയും ഒക്കെ പിടിച്ചാൽ പെട്ടെന്ന് വാർത്തയാവും, വലിയ വാർത്തയാവും, അല്ലെങ്കിൽ അത് കൂടുതൽ നേരം ചർച്ച ചെയ്യും എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അടിവേരിളക്കാൻ സഹായിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ പിടിക്കേണ്ടത് വലിയ മീനുകളെ തന്നെയാണ്. ഈ വലിയ മീനുകൾക്ക് നേരെ പലപ്പോഴും നമ്മൾ കണ്ണടയ്ക്കുകയും ചെറിയ മീനുകളെ മാത്രം പിടിക്കുകയും ചെയ്യുന്നു. വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ചെറിയ മീനുകൾ പിടിക്കപ്പെടേണ്ട എന്നുള്ള ഒരു വ്യാഖ്യാനമില്ല. ചെറിയ മീനുകളായാലും പിടിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ വലിയ മീനുകളെ എല്ലാ കാലത്തും സുരക്ഷിതമായി വിടുന്നത്, അല്ലെങ്കിൽ അവർക്ക് നേരെ നിയമത്തിൻ്റെ വല ഒരിക്കലും എത്തിച്ചേരാത്തത് ഈ ഒരിക്കലും ബോധപൂർവമാണ്, അല്ലെങ്കിൽ അത് നിഷ്കളങ്കമാണ് എന്ന് ഒരിക്കലും പറയാനും കഴിയില്ല. അവിടേക്കാണ് യഥാർത്ഥത്തിൽ എത്തേണ്ടത്. ലഹരിയുടെ വേര് അവിടെയാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തിരുവനന്തപുരത്ത് നിന്നും മഹിയാണ്. ശ്രീ മഹി, അടുത്തയായി പ്രശസ്തരായ ആളുകളെയൊക്കെ ഇന്നലെ 2 യുവ സംവിധായകരെ പിടിക്കുന്നു. ഇന്നിപ്പോൾ ഒരു പ്രശസ്തനായ റാപ്പർ ഇന്ന് പോലീസിന്റെ പിടിയിലാന്ന്. കഞ്ചാവുമായി ചെറിയ അളവാണെങ്കിലും കഞ്ചാവുമായിട്ട് തന്നെയാണ് ഇവരെയൊക്കെ എക്സൈസ് പിടിക്കുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അങ്ങനെ എല്ലാ ആളുകളെയും പിടിക്കുന്നതൊക്കെ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ MDMA അടക്കമുള്ള രാസലഹരി വസ്തുക്കൾ, അല്ലെങ്കിൽ ഈ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് വ്യവസായം നടത്തുന്ന, അതിൻ്റെ യഥാർത്ഥ കണ്ണികളിലേക്കൊന്നും ചെല്ലാതെ ഈ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന കുറച്ചുപേരെ മാത്രം പിടിച്ചുകൊണ്ട് ഈ കണ്ണി മുറിക്കാം എന്നൊക്കെ കരുതുന്നത് ശരിയാവുമോ? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ചെറിയ ആളായാലും വലിയ ആളായാലും എല്ലാവരും പിടി ജയിലിടുന്നതാണ് എന്റെ ഇത്. ഒരിക്കലും കിടക്കാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. എന്റെ എത്താൻ കഞ്ചാവ് ഭ്രാന്തനാക്കി നടക്കണം. എനിക്ക് ചുറ്റും ഭ്രാന്തി കൊച്ചു പയ്യന്മാർ ശരി. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഈ ചെറിയ ആളുകളാണെങ്കിലും ചെറിയ മീനുകളാണെങ്കിലും അവരെ പിടിക്കുന്നത് പോസിറ്റീവായി തന്നെയാണ്. അത് പ്രശസ്തരായ ആളുകളെ അടക്കം പിടിക്കുന്നതിൽ യാതൊരു തെറ്റും പറയാനില്ല. അങ്ങനെയുള്ളവരെ പിടിക്കുക തന്നെ വേണം. അതും ഒരു സന്ദേശം തന്നെയാണ്. പക്ഷേ അത് ശരി. പക്ഷേ അതാണോ യഥാർത്ഥത്തിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ ഇത് വൻതോതിൽ കിൻഡൽ കണക്കിന് ഇതൊക്കെ ഇവിടെ എത്തിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഒക്കെ എത്തിക്കുന്ന വൻകിട റാക്കറ്റുകളില്ല, അവിടേക്കൊന്നും ഒരിക്കലും ഇവരുടെ കണ്ണി എത്തിച്ചേരുന്നില്ല. എന്താണ് അതിന് കാരണം? അത് സാറേ, ഗവൺമെന്റ്, അതായത് ഹോം മിനിസ്റ്റർ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്കണം. ഈ പിടിക്കുന്നത്, ആദ്യം പിടിക്കുന്നത് ഇപ്പൊ ചളിയിൽ വീഴുന്ന മുമ്പിൽ ചളിയിൽ വീഴാണ്ടിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അത് പിന്നെ ഇവരെ എടുക്കുന്ന പകുതി ബന്ധു അല്ലെ ഉള്ളോട്ട് പൈസ കൊടുത്തിട്ടും അങ്ങനെയുള്ള തട്ടിപ്പും കാര്യമെല്ലായിട്ട് പൊതുവേദിയിലും ഈ സെലിബ്രിറ്റിയിലും മറ്റേ അതും സിനിമാ മേഖലയും മറ്റേ അതിനെല്ലാം കൊടുത്ത് കഴിഞ്ഞാലും ആയിട്ട് അക്കൂട്ടർ തോന്നിയാസായിട്ട് കളിക്കും. ഇപ്പൊ ഒരു ചെക്കനതാണ് ഡാൻസിനും അതിനെല്ലാം എനിക്ക് തുള്ളുകയും കുറച്ച് എനിക്ക് വലിയ വന്ന് സ്റ്റേജിൽ വർത്താനം പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്റേണൽ ഡിസീസ് തലച്ചോറ് ബന്ധുവും മറ്റേ എന്തെല്ലാം പ്രവൃത്തിയോ എന്ന് ചെക്കൻ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഉണ്ടാക്കി അന്നേരം ഉള്ളിന്ന് പിടിക്കൂലോ. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു സ്ത്രീ പറയുന്നു, ഇപ്പൊ പാതിരക്കെല്ലാം എങ്ങനെയാ പിടിക്കുകയെന്ന്. പാതിരക്ക് പിടിക്കണ്ടേ, പിന്നെ പിടിച്ചിട്ടില്ലെങ്കിലല്ലേ ഉദ്യോഗസ്ഥ ഓർക്കണ്ട ഉറങ്ങണ്ടേന്ന്.
അതിന് നല്ലോണം സൈബർ ആക്രമണം നല്ലോണം കിട്ടിയിട്ടുണ്ടാവും. ഇതെന്തെന്നായത് ഇത് സൈക്കോളജിക്കൽ പ്രോബ്ലം ഒരു സൗകര്യം തരുന്നുണ്ട്. ഇപ്പം പാകിസ്ഥാന്റെ ആ ഭാഗത്തുനിന്ന് വന്നത് ഇവരെ അതും ഹോം മിനിസ്റ്റർ തരാറില്ല. അവര് ശ്രദ്ധിക്കണ്ടേ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഇപ്പോൾ വ്യാപകമായി കഞ്ചാവുമായി അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളുമായിട്ടൊക്കെ പ്രശസ്തരായ ആളുകളെ അടക്കം റെയ്ഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്, എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കേരളത്തിലേക്കൊക്കെ ഇത് കിലോ കണക്കിന്, കിൻഡൽ കണക്കിന് ഈ സാധനങ്ങളൊക്കെ എത്തിക്കുന്ന, അല്ലെങ്കിൽ MDMA ഒക്കെ ആണെങ്കിൽ അത് കോടിക്കണക്കിന് രൂപയുടെ ഇത് എത്തിക്കുന്ന വലിയ കണ്ണികൾ, വലിയ റാക്കറ്റുകളുണ്ട്. അവിടേക്കൊന്നും ഒരിക്കലും അന്വേഷണം എത്തുന്നില്ല. എന്തായിരിക്കും ഇതിന് കാരണം? നമസ്കാരമുണ്ട്. അപ്പൊ സാറ് പറഞ്ഞപ്പോ വലിയ ഇത് പിടിക്കണില്ല എന്നുള്ളതാണ്. അപ്പൊ പിടിക്കാതില്ല കാരണം എന്ന് വെച്ചാൽ അവര് ഇവരെ കയ്യിൽ നിന്ന് തെള്ളിപ്പോവുകയാണ്. അതൊക്കെ വലിയ കാര്യം. അതായത് അത് അന്താരാഷ്ട്ര ലെവലിലാണ് അതിന്റെ ഏർപ്പാട്. അപ്പൊ അതിന് പ്രത്യേക കണ്ണികളുണ്ട്. ആ കണ്ണികളാണ് ഇപ്പൊ അത് കൊണ്ടുവരുന്നത്. അല്ലാതെ ഇപ്പൊ ഈ കേരളത്തിലെ മൂന്നുക്കാലിന്റെ ഈ പരിപാടി നടത്തുന്ന അവരല്ല. അവരെ പിടിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ആരെങ്കിലും വല്ല കൈക്കൂലിയും വാങ്ങിയാണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവരെ തൂക്കിക്കൊല്ലാൻ വീഴ്ചണം എന്നുള്ളതാണ് സാറേ എനിക്ക് പറയാനുള്ളത്. തങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകണം. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, ഇപ്പോൾ എന്തായാലും ഇത് നിരന്തരം വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കഞ്ചാവുമായി പിടികൂടി, ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടി, പ്രശസ്ത സംവിധായകരും ഒരു പ്രശസ്ത റാപ്പറും ഒക്കെയാണ് പിടികൂടിയത്. എന്തായാലും അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ പ്രശസ്തരാണ് എന്ന് കരുതി അവർക്ക് ഇതിനുള്ള പ്രത്യേക സ്വാതന്ത്ര്യമൊന്നുമില്ല. അവരെ പിടികൂടുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പോകേണ്ടതല്ലേ ഇത്? തീർച്ചയായിട്ടും. കിരൺ, നമസ്കാരമുണ്ട്. അപ്പൊ ഇത് എനിക്ക് ഒരു 2 മിനിറ്റ് തരുന്നു. ഒരു അനുഭവ കഥ കൂടി ചെറുതായിട്ട് പറഞ്ഞാൽ അതായത് മറ്റേ ഇത് ഇവിടെ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഈ സുരക്ഷ മാത്രമല്ല, ഈ സാമ്പത്തിക സ്ഥിതി ബാക്കിയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഈ യുദ്ധത്തിന്റെ ഭീതിയിൽ നിൽക്കുന്ന ഈ നമ്മുടെ ശത്രു രാജ്യങ്ങളൊക്കെ ചിലത് ഈ കാര്യങ്ങളൊക്കെ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ മീതെ നമ്മുടെ അവിടെ ഈ മറ്റേ കള്ളനോട്ടുകൾ, ഈ സ്വർണ്ണക്കടത്ത്, ഇതൊക്കെ ഇവിടുത്തെ സാമ്പത്തിക ഭദ്രത റിസർവ് ബാങ്ക് എന്ത് കണക്കാക്കിയിരുന്നെങ്കിലും ഇവിടെ ഇതിങ്ങനെ കഴിഞ്ഞാൽ നടന്നില്ലേ, കാര്യം തകരാറായില്ലേ. വേറൊരു കാര്യം കൂടി, ഇത് ഈ സ്ട്രെങ്ത് കുറവാണ് കേട്ടോ. ഇവർക്കൊക്കെ സ്ട്രെങ്ത് കുറവാണ്. പിന്നെ ഇവര് പുറംകടലിലൊക്കെ ഫ്ലോട്ട് ചെയ്തിട്ട് വരെ കൊണ്ടുവരുന്നുണ്ട്. അതിലെ ഒരു കാര്യം ഞാൻ അനുഭവം ഒരു കാര്യം പറഞ്ഞു നിർത്താം. അതായത് അല്ലെങ്കിൽ ഇൻഫോർമേഴ്സ് ഉണ്ട് നമുക്കൊക്കെ, നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പോലീസിനും ഉണ്ട്, എക്സൈസിനൊക്കെ ഉണ്ട്. ഞാൻ എന്റെ ഒരു സുഹൃത്ത് ഞാൻ ഈ കേസല്ല വേറൊരു കേസ് ഒരു ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥന് അതിനെ ചോർത്തി കൊടുത്തു. ഇത് ആ പ്രതികൾ ഇയാളെ വീട്ടിൽ കടന്ന് തല്ലി 3 ദിവസം ആശുപത്രി കിടന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ശ്രീ മോഹൻദാസ് വളരെ കറക്റ്റാണ്. പലപ്പോഴും പോലീസിനും എക്സൈസിനും ഒക്കെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ആരാണ് വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില ചാരന്മാരൊക്കെ പലപ്പോഴും എക്സൈസിലും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ അതിനെ മറികടന്നുകൊണ്ട് പോകുന്ന ഭൂരിപക്ഷ ഉദ്യോഗസ്ഥരും പക്ഷെ അങ്ങനെയല്ല, അവർ മെച്ചപ്പെട്ട രീതിയിൽ വർക്ക് ജോലി ചെയ്യുന്നവരാണ് എന്നതും പ്രധാനമാണ്. ശരി ശ്രീ മോഹൻദാസ്. നമുക്ക് കണ്ണൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ കണ്ണൻ, ഈ ചെറുകിടക്കാരെ പിടിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, അത് ഒരു സന്ദേശം തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഈ മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമല്ലേ ആവുന്നുള്ളൂ. ഇങ്ങേ അറ്റത്ത് അത് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചെറുകിട കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ പിടിച്ചതുകൊണ്ട് മാത്രമായോ? ഇതൊക്കെ വിൽപ്പന നടത്തുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഒക്കെ വിൽപ്പന നടത്തുന്ന രാജ്യാന്തര കുറ്റവാളികൾ മുതൽ ഇന്ത്യയിൽ ഇതിനെ എത്തിക്കുന്ന ആളുകളടക്കമുള്ള വൻകിട ശൃംഖലകളുണ്ട്. അവിടേക്കെങ്ങും ഒരിക്കലും ഒരു കണ്ണും എത്തുന്നില്ല. എന്താണ് അതിന് കാരണം? നമസ്തേ സാർ. നമസ്കാരമുണ്ട് സാറേ. അത് ഇപ്പൊ സാറ് പറഞ്ഞത് 100% കറക്റ്റാണ്. ഈ താഴേക്കടയിൽ കിടക്കുന്ന ഈ ഒന്നെങ്കിൽ ഒരു ഉപയോഗിക്കുന്നവരെ, അല്ലെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ചെറിയ ചെറിയ കച്ചവടക്കാരെ, ഈ വൻകിടക്കാരെ ഇത് യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് നമ്മുടെ മൊത്തത്തിൽ വ്യാപിക്കുന്നത്. ഞാനിപ്പോ എനിക്ക് ഈ ചെറുതായിട്ടുള്ള വേറൊരു സൂചന കിട്ടിയ പ്രകാരം ഞാൻ പറയുവാണ്. ഇപ്പൊ എറണാകുളം, ആലപ്പുഴ ആയിട്ട് ഇപ്പൊ ഈ ഇതിൽ ഒത്തിരി ബിസിനസ് നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ഈ ബിസിനസ് മാത്രമല്ല, അതായത് ഈ ചൈന ഐറ്റംസ് നടത്തുന്ന കടകൾ ഒത്തിരി ഈ എറണാകുളത്തുണ്ട്. അപ്പൊ കളിപ്പാട്ടവും, അപ്പൊ അതിന്റെ മറവിലും ഈ ബംഗാളികളും മറ്റ് വടക്കേ ഇന്ത്യക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ അവരെ ജോലിക്കാരായി നിർത്തിക്കൊണ്ടും ഇപ്പൊ ഈ കയർ മാറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഹൗസ് ബോട്ട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതിന്റെയൊക്കെ ഉള്ളിലാണ് ഈ മയക്കുമരുന്നും നടത്തുന്നത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ സന്തോഷ്,
യഥാർത്ഥത്തിൽ ചെറിയ മീനുകളെ പിടിക്കുന്നത് നല്ലത് തന്നെയാണ്, അവരെയും പിടിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ വലിയ മീനുകളിലേക്ക് ഒരിക്കലും വല എറിയുന്നതേ ഇല്ല. എന്തായിരിക്കും കാരണം? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. ഈയിടെ 2 സമ്പ്രദായരെ കഞ്ചാവടക്കം 1.6 ഗ്രാം പിടിച്ചു. പണമുള്ളത് കൊണ്ട് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. സാധാരണക്കാരന് ഒരു സാധു പീടി വലിച്ചാല് കോടതി കയറുകയോ പിഴ അടയ്ക്കുകയോ ചെയ്യണം. അപ്പൊ 2 നിയമമാണ് നമ്മുടെ നാട്ടില്. പാവംക്കൊരു നിയമം, സമ്പന്നൻ ഒരു നിയമം. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ശ്രീ സന്തോഷ്, ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് ഈ പിടിക്കുന്ന ആളുകൾ ഒക്കെ ഇപ്പം പിടിക്കുന്ന ആളുകൾ പിടിച്ചു, അവരുടെ കയ്യിൽ അളവൊക്കെ നമ്മൾ കണ്ടു, അത് വാർത്തയാവുന്നൊക്കെ ഉണ്ട്, ശരിയാ, പിടിക്കേണ്ടതൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ കേരളത്തിലും എത്തിക്കുന്ന, ഇന്ത്യയിൽ എത്തിക്കുന്ന വലിയ റാക്കറ്റുകളില്ലേ, കോടികളുടെ ബിസിനസ് നടത്തുന്ന ആളുകൾ, അവരിലേക്കല്ലേ യഥാർത്ഥത്തിൽ എത്തേണ്ടത്. ഈ 5 കിലോ 2 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്ന് എത്രയോ ലക്ഷത്തിൻ്റെ ആണെന്ന് പോലീസ് പറയുന്നു. എങ്കിൽ ഇത് ആരാണ് ഇന്ത്യ ഇവിടെ കൊണ്ടുവന്നത്? അവർക്ക് ഇത് ആരാണ് സപ്ലൈ ചെയ്യുന്നത്? അവരെയല്ലേ യഥാർത്ഥത്തിൽ അവരല്ലേ പിടിച്ചെടുക്കേണ്ടത്? അതെ, അവരെയാണ് പിടിച്ചെടുക്കേണ്ടത്. അവരെ പിടിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ സംയുക്തമായിട്ട് നിന്നെങ്കിൽ മാത്രമേ അവരെ പിടിക്കാൻ പറ്റൂ. അല്ലാതെ ഈ ചെറിയ കളി കൊണ്ടൊന്നും കാര്യം നടക്കൂല. നമ്മുടെ കേരളം ഇപ്പൊ ഭ്രാന്താലയായി മാറി. പേടിച്ചിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി. ഞാൻ കഞ്ചാവ് കണ്ടിട്ടുമില്ല, പിന്നെ MDMA കണ്ടിട്ടില്ല, പുകവലിക്കുന്ന ആളല്ല, മദ്യം കഴിക്കുന്ന ആളല്ല. ഇപ്പൊ പേടിച്ചിട്ട് നമുക്ക് പട്ടണത്തിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇടവും പലം തിരിഞ്ഞു നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. ശരി, ശ്രീ നന്ദകുമാറാണ്. ശ്രീ നന്ദകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എപ്പോഴും പ്രത്യക്ഷത്തിൽ കാണുന്ന ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന കണ്ണിയുടെ ഇങ്ങേ അറ്റത്ത് വരുന്ന ആളുകളെയൊക്കെയാണ് പിടിക്കുന്നത്. പക്ഷേ കണ്ണിയുടെ അങ്ങേ അറ്റത്തെ വലിയ മീനുകളുണ്ട്, അവിടേക്ക് ഒരിക്കലും ഈ യാത്ര പോലീസിന്റെ അല്ലെങ്കിൽ എക്സൈസിന്റെ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലൊന്നും യാത്ര പോകുന്നില്ല. എന്താണ് കാരണം? കാരണം ഇതില് എന്റെ ഒരു അകന്നൊരു ബന്ധു തന്നെ ഉൾപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഈ കാര്യത്തെ ഞങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. ഉന്നത അഭിഭാഷകര്, ജഡ്ജിമാര്, ഉന്നത രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടുണ്ട്. കാരണം അവരെ എനിക്ക് പിടിച്ച് ജയിലിലിട്ടാൽ പോലും ഉടൻ തന്നെ പുറത്തിറക്കാൻ പറ്റിയ അഭിഭാഷകരും ജഡ്ജിമാരും രാഷ്ട്രീയക്കാരും ഉണ്ട്. അത് തന്നെയാണ് ഇതിന്റെ മുഖ്യമായ കാരണം. അപ്പൊ ഉന്നതങ്ങളായ ജഡ്ജിമാര്, അഭിഭാഷകര്, രാഷ്ട്രീയക്കാര്, അങ്ങനെ ഉന്നത നിലയിലുള്ള അവരെ തന്നെ ആദ്യം അഴിക്കുള്ളിലാക്കണം ഇതിനോട് ബന്ധപ്പെട്ടവരെ. എങ്കിൽ മാത്രം എത്താൻ സാധിക്കൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഏലിയാസ് ഉണ്ട് എറണാകുളത്ത് നിന്ന്. ശ്രീ ഏലിയാസിലേക്ക് പോകുമ്പോൾ വളരെ വേഗത്തിൽ 1-2 യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കാം. സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം കൂടുന്നു, ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്തണം. രാസലഹരി കച്ചവടമാക്കുന്ന വലിയ റാക്കറ്റുകളെ പിടികൂടുന്നില്ല, സർക്കാർ കണ്ണടയ്ക്കും, ഇവരെ പിടികൂടുന്ന നടപടിയെടുക്കണമെന്ന് പറയുന്നു. സുനിമോൾ പറയുന്നു, ഗോളാന്തര യാത്രയ്ക്ക് ചങ്കിലെ ചൈനയെക്കുറിച്ച് ചർച്ച ചെയ്യാതിരുന്നത് എന്താണ് എന്നുള്ള ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് അദ്ദേഹം. താങ്കൾക്കത് വിഷമിക്കാൻ ഉള്ള അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റേ ജയകുമാർ പറഞ്ഞു, എത്ര പേരെ പിടിച്ചാലും ക്വാണ്ടിറ്റി കുറവാണെന്ന് പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്തുന്നതാണ് ആദ്യം പിടിച്ചകത്തിടേണ്ടത് എന്ന് പറയുന്നു. ജയകുമാർ, അത് ജാമ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിയമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് ശ്രീ ജയകുമാർ. പക്ഷെ അതിലും വലിയ വിഷയം തന്നെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത് ഇവിടേക്കൊക്കെ എത്തിക്കുന്ന വൻകിടക്കാരുണ്ട്. ആ വൻകിടക്കാരിലേക്ക് കൂടി അന്വേഷണം വേണം. അവരെയാണ് യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടത്. ഇങ്ങേയറ്റത്തുള്ളവരെ കണ്ടെത്തേണ്ട എന്നല്ല, അവരിൽ എത്താൻ കഴിയണം. പക്ഷെ അതിന് പലപ്പോഴും കഴിയുന്നില്ല. അവരെ പിടിക്കില്ല, സർക്കാരുകൾ കണ്ണടയ്ക്കുന്നു, സംരക്ഷിക്കുന്നു സുനിമോൾ പറയുന്നു. നമുക്ക് ഏലിയാസിലേക്ക് തന്നെ. ശ്രീ ഏലിയാസ്, പലപ്പോഴും ഈ വലിയ മീനുകൾക്ക് നേരെ കണ്ണടക്കുകയാണോ നിയമം? പറഞ്ഞോളൂ. താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കുവാൻ ഇനി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയേ മാർഗമുള്ളൂ. അല്ലാതെ ഈ നിയമമൊന്നും അല്ലെങ്കിൽ സർക്കാരുകളോ ഒന്നും തന്നെ ഈ നിയമ ഭേദഗതി ഒന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. നേരത്തെ നമ്മൾ 1-2 സുഹൃത്തുക്കൾ ചോദിച്ചല്ലോ. ഇപ്പോൾ തന്നെ അവർക്കറിയാം, ഈ പിടിക്കുന്ന ടീമിന് തന്നെ ഇതുമായിട്ട് പോലീസും എക്സൈസുമായിട്ട് ഒരു ധാരണ ഉണ്ടെന്നാ തോന്നുന്നു. ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ താഴെയാണെങ്കിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, കേസില്ല. അഥവാ സ്റ്റേഷൻ ജാമ്യം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ അന്ന് പറഞ്ഞിരുന്നു, പുതിയ തലമുറയ്ക്ക് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, പുതിയ തലമുറ ഏറ്റവും വലിയ അവരുടെ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്നതിനേക്കാളും അവരിനി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന ഇതിലാണ്. കാരണം വലിയ ലാഭമാണ്. കാരണം പിടിച്ചാൽ അന്ന് തന്നെ വിടും, സ്റ്റേഷനിൽ ചെന്ന അന്ന് തന്നെ വിടും, വലിയ ലാഭം കിട്ടുന്ന ഇതാണ്. അപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മുടെ കേന്ദ്രമന്ത്രി അമിത്ഷാ വളരെ ആവേശത്തോടെ പിറ്റേന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു, ശക്തമായ വധശിക്ഷയ്ക്ക് സമാനമായ നിയമം കൊണ്ടുവരാൻ പോകുന്നു. ഒന്നും സംഭവിക്കത്തില്ല, ഒരു രാഷ്ട്രീയക്കാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒരു നിയമ സംവിധാനവും ജുഡീഷ്യറിക്ക് ഇതറിയത്തില്ലേ. ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ആ റൂട്ട് തേടി പോകണം. ആ റൂട്ട് തേടിപ്പോയി അതിന്റെ വേരെറുക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന്, നമ്മുടെ ജുഡീഷ്യറിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല.
ഇതൊക്കെ വൻകിട റാക്കറ്റ്, പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന സ്ഥിതിവിശേഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. നമ്മുടെ തലമുറയെ രക്ഷിക്കുവാൻ ഇനി നമ്മുടെ വീട്ടുകാർക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. കുട്ടികൾ ഉപദേശിക്കുക, അല്ല പോലീസിനെയും കോടതിയും സർക്കാരിനെയും ഒന്നും കൊണ്ട്. ശരി, താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അടിവേരുകളിലേക്കാണ് പോകേണ്ടത്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, ഈ പിടിക്കുന്ന അത്രയും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും താഴെ കച്ചവടമൊക്കെ നടത്തുന്ന ചെറുകിടക്കാരായ ആളുകളൊക്കെ, അവരെയൊക്കെ പിടിക്കേണ്ടെന്നല്ല, അവരെയും പിടിക്കണം. പക്ഷേ അവരിൽ നിന്ന് യഥാർത്ഥത്തിൽ എത്തേണ്ട, ഇതൊക്കെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന കോടികളൊക്കെ ഇട്ട് കളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിലേക്ക് എന്തുകൊണ്ടാണ് എത്താത്തത്? ഇല്ല, അതെല്ലാം നല്ല രാഷ്ട്രീയ സ്വാധീനല്ലേ. നമുക്കറിയില്ല. ഇപ്പോ ഞാൻ പറയാം, ഇപ്പൊ സാധാരണക്കാർ ഇപ്പൊ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചപ്പോ ഒരു ദിവസം പോലും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ലോ. നേരെ കുറച്ച് ഈ പാവപ്പെട്ട ദാസന്റെ വീട്ടിൽ നിന്ന് ഒരു ആനേനെ രോഗം പിടിച്ചെന്ന് ഇപ്പൊ ഞാനൊക്കെ അറിയിട്ടുണ്ടാവില്ല. ഈ സർക്കാരിന്റെ ഈ കഴിവുള്ളവര് സാമ്പത്തികമായിട്ടോ പിടിപാടുള്ള ആൾക്കാർക്ക് എല്ലാ കേസും ഇപ്പൊ 950 ഗ്രാം കഞ്ചാവ് എന്റെ കൈവശം ഉണ്ടെങ്കിൽ എനിക്ക് 5000 രൂപ വരവ് ശിക്ഷ. 1 കിലോയിൽ കുറവ് കഞ്ചാവ് ഉണ്ടെങ്കിൽ ശേഷം ജാമ്യം കിട്ടൂ, 5000 രൂപ പരമാവധി ശിക്ഷയുള്ളൂ. ഇപ്പൊ മിഞ്ഞാന്ന് 1.5 ഗ്രാം, അതൊക്കെ വെറും തട്ടിപ്പാന്ന്. 1.5 ഗ്രാം കഞ്ചാവ് ഒരു വീഡിയോ നിറയ്ക്കാൻ ഉണ്ടാവില്ല. മിഞ്ഞാന്ന് പിടിച്ചില്ലേ, അത് 1.5 ഗ്രാം. അത് ഈ പലപ്പോഴും ഇവര് പിടിക്കുന്നവരെ പിടിക്കേണ്ടെന്നല്ല, അവര് ഇപ്പോഴത്തെ ഒരു പിടുത്തത്തിന്റെ ഒരു കണക്കണ്ട് നോക്കുന്നത് പ്രശസ്തരായ ആളുകളൊക്കെ പിടിച്ച് വാർത്തയൊക്കെ നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിന്റെ ഉള്ളിലേക്ക് പോകാൻ എക്സൈസിനായാലും എക്സൈസുകാർ നോക്കുമ്പോൾ എളുപ്പമാണ്. ഏതെങ്കിലും അവരുടെ വലയിലുള്ള, നേരത്തെ തന്നെ വലയിലുള്ള ഏതെങ്കിലും പ്രശസ്തരായ ആളുകളെയൊക്കെ നോക്കി പിടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം വലിയ കഞ്ചാവ് വേട്ടയുടെ ഒക്കെ വാർത്ത വരും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ആത്യന്തികമായി മയക്കുമരുന്ന് തടയാൻ ഇതൊക്കെ മതിയാവുമോ, അല്ലെങ്കിൽ ഈ പുറമേക്കുള്ള പൊടിയിടൽ മതിയാവുമോ എന്നുള്ള ചോദ്യമാണ്. ശരി, ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ഹിമയാണ് കോഴിക്കോട് നിന്നും. ശ്രീ റഹീമയാണ്. ശ്രീ റഹീമ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഇവിടേക്കൊക്കെ എത്തിക്കുന്ന കോടികളിട്ട് ബിസിനസ് നടന്ന ആളുകളൊക്കെ ഉണ്ട്. അല്ലാതെ ഇവരാരും സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതല്ലല്ലോ ഈ ഹൈബ്രിഡ് കഞ്ചാവും മറ്റേ രാസലഹരിയും. അതെ സാറേ, നമസ്കാരം. നമസ്കാരമുണ്ട്. സാറ്, ഇതിപ്പോ കൊച്ചിയിലും തിരുവനന്തപുരത്തുനിന്ന് വലയിട്ടാ കിട്ടൂല. ബോംബെ സാന്താക്രൂസ് പോണം. ബോംബെ സാന്താക്രൂസ്, അവിടാണ് വമ്പൻ സ്രാവുകളുള്ളത്. അവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൊച്ചിൻ, തിരുവനന്തപുരം, പത്തനംതിട്ട ഇങ്ങനെയുള്ളത് മാറി മാറി കൈകാര്യം ചെയ്യുന്നത്. അപ്പോ തിരുവനന്തപുരത്തുനിന്ന് കൊച്ചിന്ന് വലയിട്ടാ കിട്ടൂല, ഒക്കെ ചെറിയ മീനുകളെ കിട്ടുള്ളൂ. വമ്പൻ സ്രാവുകളെ കിട്ടണമെങ്കിൽ ബോംബെ സാന്താക്രൂസ് ശ്രീ പ്രേമനാണ്. എനിക്കറിയില്ല എങ്ങനെ, എവിടുന്നാണ്, ഏത് വഴിയാണ് കൃത്യമായി വരുന്നതെന്ന്. അവിടെയൊക്കെ ബോംബെ വഴിയും സ്വാഭാവികമായും വരുന്നുണ്ടാവും. ചെറിയാനാണ്. ശ്രീ ചെറിയാൻ, താങ്കൾക്ക് ശ്രീ പ്രേമനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പലപ്പോഴും നിരന്തരമായി കഞ്ചാവുമായി പിടിച്ചു, MDMA പിടിച്ചു, അത്തരം വാർത്തകളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ പിടിക്കുന്നതൊക്കെയും ഈ കണ്ണിയുടെ ഏറ്റവും ഇങ്ങേ അറ്റത്ത ആളുകളെയാണ്. ആ കണ്ണിയുടെ മറുവശത്തേക്ക് ഒരിക്കലും പോകുന്നേ ഇല്ല. എന്താണ് അതിന് കാരണം? നിയമം കർശനല്ലാത്തത് കൊണ്ട് തന്നെ ഇത് താൽക്കാലിക ഒരു കുറെ ആൾ പിടിക്കുന്നുള്ളത് ഒഴിച്ചാല് ഇത് എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല. ഇപ്പൊ പുകയില ഉൽപ്പന്നങ്ങൾ, ഇപ്പം ആൻസ് പാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ പിടിച്ചു കഴിഞ്ഞാല് വെറും 200 രൂപയാണ് ഫൈന്, അറിയാവുക. അതുപോലെ തന്നെ ഫോറിൻ സിഗരറ്റ് എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ 1000 രൂപ ഫൈന്. ഇങ്ങനെ നിയമം കർശനാക്കാത്തിടത്തോളം കാലം ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വെറുതെ ഒരു വാർത്തകൾ സൃഷ്ടിക്കുക എന്നല്ലാതെ കണ്ട് അതിനെക്കൊണ്ട് ഒരു പ്രയോജനമില്ല. വൻ സ്രാവുകൾ ഇന്നും അതുകൊണ്ട് ആ ബിസിനസ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെയെല്ലാം നാട്ടിലെല്ലാം പിന്നെ പുകയില ഉൽപ്പന്നങ്ങൾ പൊതുവിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയെല്ലാം യഥേഷ്ടം കിട്ടാനുണ്ട്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല കടകളിലും പോലീസുകാരോട് ഒത്താശയോടുകൂടി മാസം പൈസ കൊടുത്ത് അങ്ങനെ പല ആളുകൾ ഇപ്പം ബിസിനസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ കാണുക. അപ്പൊ അതുകൊണ്ട് നിയമം ദേശീയ തലത്തിൽ നിയമം കർശനമായി ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും വൻ സ്രാവുകൾ വലയിൽ കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. പറയും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അതിനു മുമ്പ് ഈ ഗോളാന്തര യാത്ര കുറെ കൂടി ആളുകളൊക്കെ ഒരു പൊതുവേദിയിലൊക്കെ സംസാരിക്കുമ്പോൾ കുറെ കൂടി അന്തസ്സൊക്കെ പ്രകടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ശ്രീ ഗോളാന്തര യാത്രയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ വർഗീയ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ തന്നെ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിങ്ങനെ പൊതുവേദിയിൽ വന്ന് പ്രകടിപ്പിക്കലല്ല. ഗോളാന്തര യാത്ര ഒരു സ്ഥിരമായി ഇതിൽ പ്രതികരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അയാളുടെ വിഷയം കൃത്യമായി പറഞ്ഞത്. അത് ഏതോ ഒരു യൂട്യൂബ് ചാനലാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു ദിവസം. മോശമാണ് എന്ന് പറയാനുള്ളത്. താങ്കൾ തന്നെ സ്വയം ചിന്തിക്കുക, അത്തരം തെറ്റുകൾ തിരുത്തി മുന്നേറി പോവുക എന്നുള്ളതാണ് ചിന്തിക്കുന്ന മനുഷ്യർക്ക് യോജിച്ച രീതി എന്നുകൂടി പറയുന്നു. നമുക്ക് അഭിപ്രായം പറയാം. ഷാനൂർ, താങ്കൾക്ക് പറയാം. കിരൺ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. അല്ല, ഇപ്പം കിരൺ പറഞ്ഞിടത്ത് തന്നെ ഞാൻ തുടങ്ങുന്നത്. ഇതിപ്പോ പിടിക്കുന്നത്
ഒരു ഖാലിദ് റഹ്മാനെയോ അല്ലെങ്കിൽ അഷ്റഫ് ഹംസയോ അല്ലെങ്കിൽ എന്താ റാബർ വേടനെയൊക്കെ തന്നെ ആയിരിക്കും. അവരൊക്കെ ഇതിന്റെ അവസാനത്തെ കണ്ണികൾ. അത് നിങ്ങളുടെ ചർച്ച തന്നെ വളരെ നല്ലൊരു ചർച്ചയാണ്. പക്ഷെ ഇത് കൊണ്ടുവരുന്ന ഇതിന്റെ യഥാർത്ഥ ഇൻവെസ്റ്റേഴ്സിനെ ഒരു കാരണവശാലും പോലീസ് തിരക്കി പോവുകയോ പിടിക്കുകയോ അവർക്കെതിരെ ഒരു കേസെടുക്കുകയോ ഒന്നും തന്നെ ഇല്ല. ഇതിന്റെ അവസാനത്തെ കണ്ണികളെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കണക്ക് സിനിമാക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ സിനിമാക്കാർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഒരു പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി അത് ഷാനു നമ്മൾ ഇന്നലെ അത് വിഷയം ചർച്ച ചെയ്തല്ല. നമ്മൾ ആ തരത്തിൽ തന്നെ അവരെ പിടിച്ചത് തെറ്റാണെന്നല്ല നമ്മൾ പറഞ്ഞത്, അവരെ പിടിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവരെ പിടിച്ചോണ്ട് മാത്രം കാര്യമില്ല, അത് വാർത്ത വരുന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് ഏറ്റവും എളുപ്പമാണ്. രണ്ട് സിനിമാക്കാരെ ഏതെങ്കിലും പ്രശസ്തരായ രണ്ടുപേരെ പിടിച്ചു കഴിഞ്ഞാൽ ചാനലുകളും പത്രങ്ങളും ഒക്കെ അത് വലിയ വാർത്തയായി കൊടുക്കും. അല്ല വേറെ സാധാരണക്കാരനെയാണ് ഈ അളവിൽ പിടിച്ചതെങ്കിൽ വാർത്ത പോലും ആവില്ല. അല്ല അത് തന്നെ കിരൺ ആ പറഞ്ഞതിന് തന്നെ ഞാൻ പോസിറ്റീവായിട്ട് കിരൺ പറഞ്ഞതിന് അതിനെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഖണ്ണികളെ പിടിക്കുന്നില്ല. ഇതിന്റെ യഥാർത്ഥ കൊണ്ടുവന്ന് പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നവരെ പിടിക്കുന്നില്ല. പിടിക്കാതെ കള്ളക്കേസും മറ്റ് കേസുകളും ഒക്കെ എടുത്ത് ഇതുമായിട്ട് ബന്ധം പോലും ഇല്ലാത്തവരെയാണ് കൂടുതലും. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഇതുമായിട്ട് ബന്ധമില്ലാത്തവരെ ആണ് കൂടുതലും പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും അവരുടെ പേരിൽ കേസും പെറ്റി കേസും ഒക്കെ എടുക്കുന്നത്. ഞാൻ പോലും സത്യത്തിൽ അതിന്റെ ഒരു അനുഭവസ്ഥനാണ് കിരൺ. ഞാൻ പോലും അതിന്റെ ഒരു അനുഭവസ്ഥനാണ്. ഞാൻ ഈ മേഖലയിലൊന്നും ബന്ധമില്ലാത്ത എന്നെ ഇതുപോലുള്ളൊരു സത്യം പറഞ്ഞ ഒരു കേസിൽ കുടുങ്ങി. ഇപ്പോഴും ഞാൻ ആലോചിക്കും യാത്ര ചെയ്ത്, എടാ ഇത് ഞാൻ എങ്ങനെ ഇതിനകത്ത് ഇതിനൊക്കെയുള്ള കേസുകളിൽ പ്രതിയായി എന്നുള്ളത് സത്യത്തിൽ അതൊരു. അപ്പൊ യഥാർത്ഥ ആളിനെ എപ്പോഴും പിടിച്ചിട്ടില്ല, പിടിക്കാറുമില്ല, അതിനൊക്കെ ആരും ശ്രമിക്കാറുമില്ല. കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല. എന്തായാലും ശ്രീ സോനയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ സോന, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? ഹലോ സാർ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം സാർ. എന്താണ് സാർ, ദിവസം ഇതൊക്കെ കണ്ടു കണ്ട് ഞങ്ങൾ മടുത്തിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവൂല, യാതൊരു പരിഹാരമില്ല. എടുക്കുക, വിടുക, പറഞ്ഞു വിടുക, അത്ര മാത്രം. ഇത്രയും ഗ്രാമല്ലേ എടുത്തുള്ളൂ, അതുകൊണ്ട് അവനെ ഞങ്ങൾ പറഞ്ഞു വിട്ടേ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു വകയും സംഭവിക്കില്ല. എല്ലാ പ്രതീക്ഷയും മറ്റില്ലേ? എല്ലാ പ്രതീക്ഷയും മറ്റു എന്നാണോ? ഒന്നും സംഭവിക്കില്ല. ഇവരെ വിളിക്കുക, നമ്മളെയൊക്കെ കാണിക്കാൻ വേണ്ടി ഓരോ ഷോ കാണിക്കുക, പട്ടി ഷോ എന്ന് പറയത്തില്ല, ഇത് പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും സംഭവിക്കില്ല. ആദ്യം പഠിച്ചത് എന്താ ഷൈൻ എന്ന് പറയുന്ന പുള്ളി കാണിക്കുന്ന കോപ്രായൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഏറ്റവും സൂപ്പർ നടനാണെന്നാണ് വെച്ച് വിളമ്പിയേക്കുന്നത്. എവനെയൊക്കെ എടുത്ത് വല്ല കടലിലെങ്ങാനും കൊണ്ടിരുന്നത് നല്ലത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ സോനയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, വളരെ ഷാർപ്പുമാണ്. അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ശ്രീ മോഹനാണ് കൊടകരയിൽ നിന്ന്. ശ്രീ മോഹനൻ, പലപ്പോഴും പിടിക്കപ്പെടുന്നത് ചെറു കണ്ണികളെയാണ്. ഇത് ഇല്ലാണ്ടാവണമെങ്കിൽ പോലീസ് അസോസിയേഷൻ വിചാരിക്കണം. അവര് ഒറ്റക്കെട്ടായി നിന്നാൽ ഈ ലഹരി ഇവിടുന്ന് ഇല്ലാണ്ടാവും. കാരണം പിടിക്കുന്നവരെ പിടിച്ച് ഇഞ്ചിതാക്കണം, മാതിരി കൊണ്ട് ചതക്കണം. ജാമ്യം എടുക്കാൻ വല്ലവരും വന്നാൽ അവരും കൊടുക്കണം 2 എണ്ണം. ഏത് വമ്പം വന്നാലും ഇപ്പൊ വക്കീല് ജാമ്യത്തിന് വന്നാലും വക്കീലിന് കൊടുക്കണം 2 പൂശ, എന്നാലേ പഠിക്കൂ. ശ്രീ മോഹൻ, അങ്ങനെയല്ല ഒരു നിയമ സംവിധാനത്തിൽ താങ്കൾ പറഞ്ഞതിന്റെ ഒരു വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ അല്ല നിയമ സംവിധാനത്തിൽ. അല്ലേ, അല്ലാണ്ട് നിൽക്കില്ലേ. ഇതിങ്ങനെയല്ല. അസോസിയേഷൻ വിചാരിക്കണം ഒരുമിച്ച് അവർ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞിട്ട് മുകളിൽ നിന്നും വിളി വരാൻ പാടില്ല. പിടിക്കുന്നവന് 2 അടിമെന്റ് നേരെയാവുള്ളത് ഇങ്ങനത്തെ ഒരു കേസിന് മാത്രം. വക്കീല് വന്നാലും വക്കീലിന് കൊടുക്കണം 2 അടി, അല്ലാതെ ശരിയാവുള്ളൂ. എന്തായാലും നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല ശ്രീ മോഹൻ, അത് ഒരു ശരിയായ വഴിയുമല്ല. ശ്രീ സൈനദാസനാണ് കോഴിക്കോട് നിന്നും. ശ്രീ സൈനദാസൻ, താങ്കൾ പറയാം. നമസ്കാരം, പറഞ്ഞു. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ സാർ. ഇത് ഒരു കാലത്തും ഒരു പരിഹാരം കാണാൻ പ്രയാസമായിരിക്കും, പക്ഷെ നമുക്ക് പരിഹാരം കാണാം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കേട്ടില്ല സാർ? അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഒരു പ്രഭാത സവാരി, അല്ലെ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കൊടുക്കുക, കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകുക. സമൂഹത്തിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ മക്കളെയും ടീനേജേഴ്സിനെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം പണം ഉണ്ടാക്കുന്നവർ എന്തെങ്കിലും വഴിക്ക് ഉണ്ടാക്കി കൊടുക്കും സാർ. പണം എന്ത് ചെയ്യൂ സാർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്? ഇവൻ എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങൾ ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത്. പലതും വരും സാർ. കാരണം ഇതില്ല, ഈ ആസിഡുമായുള്ള സാധനം വരെ കുടിക്കുന്ന ടീമുണ്ട് ലഹരിക്ക് വേണ്ടിയിട്ട്.
അപ്പൊ ഒന്ന് ലഹരി ഒരിക്കലും നിരോധിക്കാൻ പറ്റൂല. പക്ഷെ ഇതിന് പരിഹാരം നമ്മൾ കാണേണ്ടത്. ശരി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നിരോധനം കൊണ്ട് മാത്രം, ഇതെല്ലാം നിരോധിത വസ്തുക്കളാണ്, നിരോധിച്ചുകൊണ്ട് മാത്രം ഇതൊന്നും തടയാൻ കഴിയില്ല. നിരോധനം നിലവിൽ തന്നെ ഉള്ളതുമാണ്. ശ്രീരാജനാണ്. ശ്രീരാജൻ, താങ്കൾക്ക് പറയാം. സാർ, എനിക്കൊരു 3 കാര്യമേ പറയാനുള്ളൂ. പറഞ്ഞോളൂ. ഒന്ന് പറ. ഹലോ, ഒന്നാമത്തെ കാര്യം പറഞ്ഞോളൂ. സാറേ, ഈ പിടിക്കുന്ന കഞ്ചാവ് എവിടെ പോകുന്നു? ഒരു ചോദ്യം. രണ്ടാമത്തത് സാറേ, ഈ പോലീസുകാർ ഇത് കൊണ്ട് പുറത്ത് കൊടുത്ത് പൈസ വാങ്ങുന്നുണ്ട്, പോലീസുകാരും എക്സൈസുകാരും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആളെ പിടിക്കുന്നുള്ളൂ, ചെറിയ ക്വാളിറ്റി വെച്ചിട്ട്. വൻകിട കച്ചവടക്കാർ പുറത്ത് മേഞ്ഞു നടക്കുന്നുണ്ട്, അവരെ ഇവരെന്ത് ചെയ്യുന്നു? അത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ പോലീസുകാരൊന്നും അങ്ങനെ സാധാരണഗതിയിൽ മഹാഭൂരിപക്ഷം പേരും ചെയ്യില്ല. അത്യപൂർവമായി അങ്ങനെ ആരെങ്കിലും പിടിക്കപ്പെട്ട സാധനം പുറത്ത് വിൽക്കുന്നോ അങ്ങനെ വിൽക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. ചിലരൊക്കെ അപൂർവമായി അത്തരം കേസുകളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പോലീസുകാരും അങ്ങനെ ചെയ്യുന്നവരല്ല. അവർ കുറെ കൂടി മാന്യമായി തൊഴിലെടുക്കുന്നവരാണ് നമ്മുടെ പോലീസിൽ മഹാഭൂരിപക്ഷവും ഉള്ളവരും. മറ്റേത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനമാണ്. ഈ കഞ്ചാവ് വലിക്കുന്നവനെയും കഞ്ചാവ് ഏറ്റവും വലിക്കുന്നവന് കൊടുക്കുന്നവനെയും ആണ് പിടിക്കുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് കൊണ്ടുവരുന്ന MDMAയും ഈ ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് അങ്ങനെ തടയാൻ യാതൊരു മാർഗവും കാണുന്നില്ല. വലിയ സംവിധാനമൊക്കെയാണ് എല്ലാവർക്കും, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ തടച്ചിലൊന്നും അത്രക്കാരോട് കാണുന്നില്ല എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട വിഷയമായി പറയുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയരാജനാണ് വയനാട് നിന്നും. ശ്രീ ജയരാജൻ, എന്തായാലും ഈ വലിയ തോതിൽ കോടിക്കണക്കിന് രൂപയുടെ രാസലഹരിയൊക്കെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ആളുകൾ എന്തായാലും കാണുമല്ലോ, അത് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ കാണുമല്ലോ. അവരെയൊക്കെ അല്ലേ യഥാർത്ഥത്തിൽ ആദ്യം പിടികൂടേണ്ടത്? ശരിയാ സാറേ, ഞാൻ ആദ്യമായിട്ട് ഒരു ബഹുമാനത്തോട് പറയാം. ഞാനാദ്യം ന്യൂസ് 18 സ്ഥിരം പ്രേക്ഷകനാണ് സാറിന്. എല്ലാ പരിപാടികളും കാണാറുണ്ട്. ഇന്ന് ആദ്യമായിട്ട് വിളിച്ചിട്ട് കിട്ടിയത്. ശരി, ഓക്കെ ശ്രീ ജയരാജൻ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂ, നമുക്ക് സംസാരിക്കാം. ആയിക്കോട്ടെ. ഞാൻ വയനാട്ടിലാണ്. ഞാൻ 76 വയസ്സുള്ള ഒരു. വയനാട്ടിൽ എവിടെയാണ്? വയനാട്ടിൽ മാനന്തവാടി. ശരി, ഓക്കെ, പറഞ്ഞോളൂ. സാറേ, പിന്നെ ഇത് പറഞ്ഞാല് നമുക്ക് ഇവർക്കെല്ലാം ഭയങ്കര പിടിപാടുണ്ട്. ഞാൻ ഒരു പരാതി ചോദിക്കാത്ത ഒരു കാര്യം സാറോട് പറഞ്ഞിട്ടെ. ഇന്നലെ കൊടുവള്ളിയിൽ കുറെ ഭീകരന്മാരെ പിടിക്കില്ല, 10-15 അവരൊക്കെ 26 കേസ് 36 കേസിലൊക്കെ അറിയാം. പണ്ട് കാലത്ത് പോലെ ഈ നാടൻ കറക്കൊക്കെ പിടിക്കുമ്പോൾ നെറ്റിലെ ചെറുപ്പകാലത്ത് റൗഡികളാ പോലീസെല്ലാം ചെന്ന് കഴിഞ്ഞാൽ സാറേ പിന്നെ അവർ പുറത്തിറങ്ങാൻ വളരെ നല്ലവരാണ്. അതുപോലെ അവർ കൈകാര്യം ചെയ്യായിരുന്നു. ഇന്നത്തെ മനുഷ്യാവകാശവും മനുഷ്യന്റെ പൗരാവകാശവും ഈ വക രീതികളിലും കൊണ്ട് എല്ലാം രക്ഷപ്പെടുക. എന്ത് കഞ്ചാവ് എന്ത് സമ്മർദ്ദം നടത്തിയാലും ഇന്ന് രക്ഷിക്കാൻ ആളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ നമ്മളെ നാട്ടിൽ നയിക്കുന്നത്. ശരി, നമ്മുടെ തലമുറയ്ക്ക് വലിയൊരു ഇതിനെ ഒന്നിച്ച് ജനങ്ങളെ നേരിട്ട് എതിർത്തില്ലെങ്കിൽ വലിയൊരു വിപത്തിലാണ് നമ്മൾ നേരിടേണ്ടി വരും. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ജയരാജൻ. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. വിഷാദാണ് പാലക്കാട് നിന്നും. താങ്കൾക്ക് പറയാം. സാർ നമസ്കാരം. നമസ്കാരം സാറേ, ഞാനൊരു കാര്യം പറയാം. പറഞ്ഞു. നമ്മള് നിയമവ്യവസ്ഥയും ഭരണകൂടത്തെയും കുറ്റം പറയുന്നതിനുപരി സ്വയം നന്നാവുക, നമ്മള് നേരായി കഴിഞ്ഞാൽ സമൂഹം നേരാവുന്നുള്ള ചോദിക്കുന്ന ആളാണ് ഞാൻ. അതൊക്കെ ശരിയാണ്, അതൊക്കെ എല്ലാവരും നന്നായാലും അതാണ് ഏറ്റവും ശാസ്ത്രീയമായ മാർഗമൊക്കെ. പക്ഷേ അതൊക്കെ എത്രത്തോളം കഴിയുമെന്നുള്ള ഒരു വിഷയമൊക്കെ ഉണ്ടല്ലോ. അതെ സാർ, നമ്മള് ഭരണകൂടത്തെയും നിയമവ്യവസ്ഥയും കുറ്റം പറയുന്നതിനുപരി സ്വയം നേരാവുക, മറ്റുള്ളവരെ നേരാക്കാൻ ശ്രമിക്കുക. അതിന് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതിപ്പം ഏത് ഭരണകൂടം വിചാരിച്ചാലും ഏത് നിയമം കൊണ്ടുവന്നാലും എത്ര ശിക്ഷ നടപ്പാക്കിയാലും ഒരാൾ നന്നാവണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ അതിനുള്ള മാർഗം അവർ ഏത് വിധേനയും കണ്ടെത്തും. അതിന് ഏത് രാജ്യമായാലും. എന്താ ഇപ്പൊ പൊതുസമൂഹത്തിലുണ്ടാവുന്നത്, ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ കുറ്റം പറയുക, എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നതിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ? നമുക്ക് സ്വാഭാവിക തോതില്ലേ നിരന്തരം കഞ്ചാവ് പിടിച്ചു, MDMA പിടിച്ചു എന്നൊക്കെ പറയുന്നു. പിടിച്ചിരിക്കുന്ന പോലും ഇപ്പൊ നമുക്ക് വലിയ കണ്ണി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. സിനിമ എന്ന് പറയുന്ന സംഭവം ഏറ്റവും വലിയ അതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പിടിച്ച ആളുകളൊക്കെ ഈ നടന്മാരായാലും സംവിധായകരായാലും അല്ലെങ്കിൽ ഈ റാപ്പർ എന്ന് പിടിച്ചാൽ ഇവരെല്ലാവരും ഉപയോഗിക്കുന്ന ആളുകളാണെന്ന് അവർ തന്നെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അതൊക്കെ പിന്നീട് അറിയേണ്ട കാര്യങ്ങൾ. എന്തായാലും ആ ഏറ്റവും ഇങ്ങേയറ്റം ഉപഭോക്താവ് എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ കണ്ണിയുടെ അറ്റമാണല്ലോ. അവരോ അല്ലെങ്കിൽ അവർക്ക് എത്തിക്കുന്നവരോ മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ. അവർക്കൊക്കെ ഈ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സാധനം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടത്തി ഇന്ത്യയിൽ എത്തിക്കുന്നു. അത് കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിക്കുന്നു. അവരൊക്കെ അല്ലേ പിടിക്കേണ്ടത്? ഈ ഒരു ചർച്ചയിൽ തെറ്റായ സന്ദേശം പോകുന്ന ഡൗട്ടുണ്ട്.
അതെന്തിനാണ് തെറ്റായ സന്ദേശം പോകുന്നത്? നമ്മൾ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇവരെ ആരെയും പിടിക്കണ്ട എന്നല്ല പറഞ്ഞു, ഇവരെ പിടിക്കണം, നല്ലതാണ് അവരെ പിടിക്കുന്നത്. ഇന്നലത്തെ ചർച്ച തന്നെ ഈ സിനിമാക്കാരെ പിടിച്ചതിനെ കുറിച്ച് ആ ചർച്ച നടന്നത് ഈ സിനിമാക്കാരെ ഒരുപാട് പേരെ സ്വാധീനിക്കുന്നുണ്ട്, അതുകൊണ്ട് സിനിമയിലുള്ളവർക്ക് കൂടുതൽ ജാഗ്രത വേണം എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അല്ല, അതെങ്ങനെയാണ് ജിഷാദ് ഏറ്റവും വലിയ കണ്ണിയാണ്? അത് കണ്ണിടിങ്ങി അറ്റമല്ലേ ജിഷാദ്? അല്ല, അത് പോരാല്ലോ ജിഷാദ്. ഇപ്പൊ ഇവർക്കൊക്കെ എത്തിച്ച് ആരെന്നില്ലേ ഈ കോടികളുടെ വില വരുന്ന ഈ MDMA ഒക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്? തീർച്ചയായും തലയും പിടിക്കപ്പെടും. എങ്ങനെയാണ്? വാലിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ തലയെ പിടിക്കുന്നില്ല, കുറെ കാലമായി വാലിൽ തന്നെ തൊട്ട് കളിക്കുകയാണ്. തീർച്ചയായും പിടിക്കണം സാർ. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്. അത് എന്തായാലും ഇതുവരെ വന്ന വാർത്തകൾ വെച്ച്, ഇതുവരെ കണ്ട കാര്യങ്ങൾ വെച്ച് അങ്ങനെ എത്രത്തോളം പിടിക്കും സാറേ? നല്ല ഭരണകൂടമുണ്ട്, നല്ല ഭരണകർത്താക്കളുണ്ട്, തീർച്ചയായും പിടിക്കപ്പെടും. എന്ന് താങ്കളുടെ പോസിറ്റീവായ പ്രതീക്ഷ എന്തായാലും നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ശ്രീ ശരത്താണ് എറണാകുളത്ത് നിന്നും. ശ്രീ ശരത്ത്, യഥാർത്ഥത്തിൽ ഈ വലിയ കണ്ണികളെ പിടിക്കാൻ പലപ്പോഴും ഭരണകൂടങ്ങൾ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? സാർ, അത് എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. വലിയ കണ്ണികളെ പിടിക്കാന്ന് വെച്ചാൽ അത് അവരുടെ അടുത്ത് എത്തില്ല. ഇത് ഇന്ത്യയില് നോർത്ത് ഇന്ത്യയിലൊക്കെ കഞ്ചാവ് ലീഗൽ റോഡുകളിൽ എപ്പോഴാ പറയണത്. അങ്ങനെ റോഡുകളിൽ വിൽപ്പനയൊന്നുമില്ല. ചില നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഹിമാലയൻ നാടുകളൊക്കെ ബാങ്കും ഒക്കെ അല്ലാതെ വിൽക്കാറുണ്ട്. അതിന് അങ്ങനെ ഒരു തടസ്സമായി കാണാറില്ല. ഇതിനപ്പുറത്തേക്ക് അത് ലീഗലൈസ് ഒന്നുമല്ല. അതെ. അപ്പൊ ഈ വേടനെ പിടിപ്പെന്ന് പറയുമ്പോ ഇപ്പൊ ചെറുപ്പക്കാര് പിള്ളേരിലേക്കും വേടൻ ഇപ്പൊ ഇത് വലിച്ചിട്ടാണ് പാട്ട് പാടാൻ പറ്റണത്. അപ്പൊ നമുക്കും വലിക്കാടാന്ന് കൂട്ടി ചെറുപ്പക്കാര് പിള്ളേർ ചിന്തിക്കും ഇല്ലേ? ന്യൂസാവുക. അതേപോലെ തന്നെ ഋഷിരാജ് സിംഗ്, ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഋഷിരാജ് സിംഗ് ഭരിക്കുമ്പോ സ്കാനർ കൊണ്ടുവരാന്ന് പറഞ്ഞു. സ്കാനർ വന്നു കഴിഞ്ഞാൽ എല്ലാം കണ്ടെത്താൻ പറ്റും. അപ്പൊ അങ്ങനത്തെ സിസ്റ്റങ്ങൾ കൊണ്ടുവരണം നമ്മുടെ ഇവിടെ പിടിക്കാനായിട്ട്. അതെവിടെ മുങ്ങിപ്പോയി. പിന്നെ വലിയ രീതിയിൽ ഇവിടെ നിന്നാണ് ഈ സാധനം വന്നത്. മറ്റേ വേട കഴിഞ്ഞ പറഞ്ഞെന്ന് പറഞ്ഞാല് സിന്തറ്റിക് ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അവൻ കഞ്ചാവ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞില്ല. അവനറിയാം അവനത് ഉപയോഗിക്കണമെന്ന് പറയാൻ പറ്റില്ല. അവൻ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കരുതെന്നാണ്. ശ്രീ ശരത്ത്, നമ്മുടെ വിഷയം അതല്ല. ഇവരാരെയും പിടിച്ചതിന് തെറ്റൊന്നുമില്ല, അവരെയൊക്കെ പിടിച്ചത് ശരി തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പിടിക്കേണ്ടത് ഇവരെ മാത്രമല്ലല്ലോ. ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിലേക്ക് വരുന്ന വലിയ കണ്ണികളില്ലേ, അവിടേക്ക് തൊടുന്നതേ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. കണ്ണിയുടെ ഏറ്റവും ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളുകൾ. ഞാൻ പറഞ്ഞേ, അതിപ്പോ പിടിക്കണമെങ്കിൽ ഇപ്പൊ ഇവര് വേടനെ പിടിച്ച് വേടന്റെ ഫോൺ ട്രേസ് ചെയ്യാം. ആദ്യം കൊടുത്തു, അവനെ പിടിച്ചു, അവന്റെ ഫോൺ ട്രേസ് ചെയ്യാം. ഇതിപ്പോ ഇത്ര പിടുത്തം. പക്ഷേ ഈ പിടുത്തമല്ല ഇങ്ങനെ അറ്റത്തേക്കുന്നവരെ മാത്രമേ ഉള്ളൂ, മേളോട്ട് കയറി പോകുന്നില്ല. അങ്ങനെ പോകാത്തത് എന്താണെന്ന് വെച്ചാൽ പിടിക്കുക. ഈ പോലീസുകാരെ മക്കളൊക്കെ നശിക്കാൻ തുടങ്ങിയതിനോട് ഇപ്പൊ ഇത്രയും പിടിക്കാൻ പറ്റുന്നത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. കൃഷ്ണൻകുട്ടിയാണ് പാലക്കാട് നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് പറയാം. പറഞ്ഞോളൂ. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളത് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ള പോലുള്ള ശിക്ഷ കേരളത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കുക. കേരളത്തിലല്ല, ഇന്ത്യയിൽ നടപ്പിലാക്കുക. പിടിക്കപ്പെടുന്നവന് തക്കതായ ശിക്ഷ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻകുട്ടി, ഞാൻ ചെറിയ ഓരോന്ന് പറഞ്ഞോട്ടെ ഇതിനിടയിൽ. ഈ ഗൾഫ് നാടുകളിൽ ഈ വലിയ കൈവെട്ടും കാലുവെട്ടും തലവെട്ടും ശിക്ഷ ഉണ്ടെന്ന് കരുതി അവിടെയൊന്നും നമ്മളെക്കാൾ മെച്ചപ്പെട്ട ഒരു കുറ്റകൃത്യം കുറഞ്ഞ ജീവിതമൊന്നും അല്ല. അവിടെയൊക്കെ ഈ കാര്യങ്ങളെല്ലാം അവിടെയും നടക്കുന്നുണ്ട്. അങ്ങനെ ശിക്ഷ കൂട്ടിയത് കൊണ്ട് എവിടെയെങ്കിലും ശാസ്ത്രീയമായി ഇതൊന്നും അവസാനിപ്പിക്കാമെന്ന് ഇതുവരെയും എങ്ങും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിൽ വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പേടിച്ചല്ല ശ്രീ കൃഷ്ണൻകുട്ടി, നമ്മളൊരു ഇത് അങ്ങനെയാണെങ്കിൽ അതാ പറഞ്ഞത്. ഈ ഗൾഫ് നാടുകളിലൊക്കെ മദ്യം നിരോധിച്ച നാടുകളുണ്ട്. അവിടെ മദ്യവുമായി കിട്ടിക്കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ പക്ഷെ ഈ സാധനങ്ങളെല്ലാം കിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് മാത്രം ഒരു ഫലമുണ്ടാവും എന്നതിനും നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. സാർ, എന്നാൽ ഇത്രത്തോളം ഒരു പബ്ലിക്കായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്താണ് ഇപ്പോൾ സാധനത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നിരോധിച്ചാണ്. ഇവിടെ അതേപോലെ ഈ മയക്കുമരുന്നെല്ലാം നിരോധിച്ചാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയും വരുന്നത് അതെ, അവിടെ മദ്യം നിരോധിച്ച പോലെ ഇവിടെ മയക്കുമരുന്ന് നിരോധിച്ചാണ്. പക്ഷേ ഇവിടെയും ഈ MDMA അടക്കമുള്ള വസ്തുക്കളൊക്കെ ഇവിടെ ഇപ്പോഴും താഴെത്തട്ടിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വരെ കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ലേ? എന്നാലും ഈ പിടിക്കപ്പെടുന്നവനെ ഒരു സാറേ രാഷ്ട്രീയമായിട്ട് ആൾക്കാർ കൂടുതൽ സപ്പോർട്ടുള്ളതുണ്ട്. ശരി, ഓക്കെ. അനിൽകുമാറാണ് കോഴിക്കോട്. സുനിൽകുമാറാണ്. ശ്രീ സുനിൽകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വലിയ മീനുകളെ പലപ്പോഴും തൊടാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? MDMA ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്താക്കുക വെച്ചാൽ ഇപ്പൊ ഈ കാണിച്ച TV ഞാൻ നേരത്തെ കണ്ടെന്ന് വെച്ചാൽ വമ്പന്മാരെ പിടിക്കുന്നില്ല. എന്തുകൊണ്ട് വമ്പന്മാരെ പിടിക്കുന്നില്ല? ഇവിടെ ഇപ്പൊ സിഗരറ്റ് കമ്പനിനെ കൂട്ടിക്കാനാവില്ല.
ഇവിടെ പെട്ടിപ്പീടക്കാരനെ പിടിച്ചു വെക്കുന്നത്. പ്ലാസ്റ്റിക് കവറുന്ന സാധനത്തിന് വളരെ കൃത്യമായിട്ട് സാധാരണക്കാരൻ വെക്കുന്നവരെ ഓന്റെ പീട് എന്നിട്ട് പഞ്ചായത്തും ബാക്കിയുള്ള ആൾക്കാരും വന്നിട്ട് ഓന്റെ പീടെ പൂട്ടിക്കുന്നു. പക്ഷെ ഇത് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഈ സാധനത്തിന്റെ ഇത് പൂട്ടിക്കാൻ സിഗരറ്റ് കമ്പനിയെ പൂട്ടിക്കാൻ ആകുന്നില്ല. എന്തുകൊണ്ട് ഈ സാധനം ഇതിൽ TV-യിൽ കണ്ടുകൊണ്ടാണ് ഞാൻ 3-4 ഇങ്ങനെ കുറെ സാധനം ഇപ്പൊ ഇതിലിപ്പോ കാണിക്കാൻ ലഹരി മീനുകളെ വലിയ മീനുകളെ പിടിക്കണ്ടേ? വലിയ മീനുകളെ പിടിക്കണമെങ്കിൽ വലിയ വലയിടണം. ഈ വലിയ വല എവിടെയെന്നാണ് കിട്ടുക? സർക്കാരാണ് ഏറ്റവും വലുത്. നിങ്ങളിപ്പോ മനസ്സിലാല് പഹൽഗാമിലെ ഏറ്റവും വലിയ സാധനം നിൽക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളെ ആൾക്കാർ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ഒരു സംഭവം ഉണ്ടല്ലോ. മനസ്സിൽ വെച്ചാൽ ഞാൻ 4 ദിവസം 5 ദിവസമായിട്ട് ഉറങ്ങിക്കില്ല. കാരണം എന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഇവിടെ പാകിസ്ഥാൻ. ഇന്നലെ ഞാൻ വേറെ സംഗതി വായിച്ചു. കോഴിക്കോട് ജില്ലയിലെ അംസ എന്ന് പറഞ്ഞ അയാൾ പാകിസ്ഥാനിയാണ്. അവസാനത്തെ ഉന്നതതല യോഗം ചേർന്ന്. ശരി സുനിൽകുമാർ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മൾ ആ വിഷയമൊക്കെ ദീർഘമായി തന്നെ ചർച്ച ചെയ്തതാണ്. നമുക്ക് കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ ഒരു മിനിറ്റ് നിൽക്കുക. വലിയ മീനുകളെ പിടിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഒരു ഇടപെടലും ഇതിലുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് രഘുനന്ദനൻ തിരുവില്ലാമാരം പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില കമന്റുകൾ കൂടി. 4 കൊല്ലം പൂർത്തിയാക്കും, നിങ്ങൾ തൃപ്തരാണോ എന്ന് ജോസഫ് KM ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില കമന്റുകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ശ്രീ കൃഷ്ണൻകുട്ടിയിലേക്ക് തന്നെ പോകാം. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ ചർച്ച വളരെ സില്ലിയായിട്ടാണ് വെക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗൗരവമായിട്ട് കാര്യങ്ങൾ പോകുന്നില്ല. നമ്മൾ ചോദ്യം ചോദിക്കുന്നു, വമ്പന്മാരെ പിടിക്കണ്ടേ? അപ്പൊ അവര് പറയുന്നു വമ്പന്മാരെ പിടിക്കണം. അപ്പോൾ അടുത്ത ആളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഈ ചോദ്യോത്തരം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞോളൂ. അതെന്താന്ന് വെച്ചാല് ഈ 4 ദിവസം മുമ്പത്തെ വാർത്തയാ. ഗുജറാത്തില് 2988 കിലോഗ്രാം ആണ് ഈ സാധനം പിടിച്ചേക്കുന്നത്. ഹെറോയിനോ മറ്റോ. അത് നമ്മളിവിടെ 6 ഗ്രാം പിടിച്ചതിനെ പറ്റിയാണ് നമ്മളെ ചർച്ച. ടൺ കണക്കിന് സാധനം ഇങ്ങനെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളില്. അത് ആ പിടിച്ചിട്ട് ആരെയാണ് പിടിച്ചത്, അതെങ്ങോട്ട് പോയി, ആരാണ് അതിന്റെ ഉത്തരവാദികളൊന്നും വാർത്തയിൽ വരുന്നില്ല. വമ്പന്മാരെ മുക്കുന്നത് കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ്. ഇവ കഴിഞ്ഞ മാർച്ചില് പാർലമെന്റിലെ മന്ത്രി പറഞ്ഞത് എന്താണ്? ഏതാണ്ട് 11,300 കോടി രൂപയോ മറ്റോ സാധനങ്ങൾ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ 3-4 കൊല്ലത്തിനിടയ്ക്ക്. അത് ആരെ പിടിച്ചു, ആരായിരുന്നു അതിന്റെ പിന്നിൽ നിന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ വമ്പന്മാരെന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്നതൊക്കെയും ഇതിന് എത്രയോ ആണ്. പിന്നെ തുറമുഖം വഴി നോക്കിയാല് ഏറ്റവും ശ്രീ കൃഷ്ണൻകുട്ടി, അത് ശരിയാണ്, ഇടയ്ക്ക് വലിയ തോതിലൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലായാലും ഇപ്പൊ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളായാലും കേരളത്തിലായാലും ഇവിടേക്കൊക്കെ ഇത് എത്തിക്കുന്ന ആളുകളുണ്ട്. ആ എത്തിക്കുന്ന ആളുകൾ അവരെയാണ് യഥാർത്ഥത്തിൽ ആദ്യം പിടികൂടുന്നത്. അവരെയാണ് ആ വഴിയാണ് മുറിക്കേണ്ടത്. പക്ഷെ അവിടേക്ക് ഈ അന്വേഷണം ഒന്നും എത്തുന്നില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ എത്രയോ MDMA കേസുകൾ, എത്ര MDMA കേസുകളുടെ വാർത്തകൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വന്നു. പക്ഷെ ഇതെല്ലാം ഈ വിൽക്കുന്ന ആളിനെ, MDMA ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ, അല്ലെങ്കിൽ അത് വിൽക്കുന്ന ഇടത്തരക്കാരനോ അല്ലെങ്കിൽ ഏറ്റവും സാധാരണ നിൽക്കുന്ന ആൾ, അവരൊന്നും തെറ്റുകാരല്ലെന്നല്ല, അവരെല്ലാം തെറ്റുകാരാണ്, അവരെല്ലാം പിടിക്കപ്പെടുകയും വേണം. പക്ഷെ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിയ ഇവിടുന്ന് ഇത് വരുന്നു, കോടികളുടെ ആസ്തി മുടക്കി ആരാണ് ഇവിടെ കൊണ്ടുവരുന്നത്, അവരിലേക്ക് എത്തുന്നില്ല എന്നാണ് വിഷയം. അത് തന്നെയാണല്ലോ ഞാനും പറയുന്നത്. പക്ഷെ അത് കേരളത്തിലും എത്തുന്നില്ല, ഇവിടെയും എത്തുന്നില്ല. അത് ഇത്രയധികം ക്വാണ്ടിറ്റി പിടിച്ചതായാലും കേരളത്തിലല്ല, അത് ആരിൽ നിന്ന് പിടിച്ചു അല്ല, ഞാൻ അത് എവിടെ നിന്ന് പിടിച്ചാലും ഇവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് ആളുകളുടെ സംശയം. ഇവിടെ ഇത്രയും ഹൈ ക്വാണ്ടിറ്റി ഒന്നും പിടിക്കുന്നില്ല, ഏതാനും ഗ്രാം പിടിക്കുന്ന വാർത്ത നമ്മൾ. അല്ല, അതാ പറഞ്ഞത്, അതിന് ഈ ഗ്രാമമായിട്ടല്ലോ കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഗ്രാമമായിട്ട് ആയിരിക്കില്ല, പക്ഷേ കിലോ കണക്കിന് കൊണ്ടുവരുന്ന ആളുകൾ കാണുമല്ലോ, ആ ആളുകളെ പിടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള തുറമുഖം വഴിയാണ് ഇത് വരുന്നതെന്നുള്ള. അല്ല, ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാരിന് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കേന്ദ്ര സർക്കാരിനുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിനും അതിൽ വീഴ്ചയുണ്ട്. ആദ്യമായിട്ട് ഇത് മുന്നിട്ടിറങ്ങേണ്ടത് കേന്ദ്ര സർക്കാർ കർശനമായ കാര്യങ്ങൾ രണ്ടുപേരും മുന്നിട്ടിറങ്ങണം. കേന്ദ്ര സർക്കാർ ഇറങ്ങണം, സംസ്ഥാന സർക്കാർ ഇറങ്ങണം. കേരള സർക്കാർ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്, അതുപോലെയല്ല കേന്ദ്ര സർക്കാർ. കാരണം അതൊക്കെ ശരിയാണ്, പക്ഷെ കേരള സർക്കാരും വേണ്ട രീതിയിൽ ഇടപെടുന്ന, ഇക്കാര്യത്തിൽ എന്തായാലും ഇടപെടുന്നതായി ഇതുവരെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കേരള സർക്കാർ എത്രയാണെന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇന്ത്യയിലെ
ഏറ്റവും വലിയ കടത്ത് നടക്കുന്ന എല്ലാം ശരി ശ്രീകൃഷ്ണൻകുട്ടി ഗുജറാത്തിലെ സമ്മതിച്ചു. പോർട്ട് താങ്കൾ വഴിയാണ്. എന്തായാലും അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അംഗീകരിക്കുകയാണ്. കേന്ദ്രമായാലും കേരളമായാലും ഇടപെടാനുള്ള കാര്യത്തിൽ ഇടപെടണം. ഇങ്ങേറ്റത്തെ കണ്ണി മാത്രമല്ല പിടിക്കേണ്ടത്. പക്ഷേ വലിയ വലിയ ആക്ഷൻ ഉണ്ടാകേണ്ട വലിയ വലിയ നടപടി ശരി, ഓക്കെ, സമ്മതിച്ചു. അത് അങ്ങനെ തന്നെയാണ്. അതിൽ ബോധ്യം സമ്മതിച്ചു. അത് താങ്കൾ തുടക്കം പോലെ പറയുന്നത് അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തേക്ക് വരുന്ന കാര്യം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിനും കഴിയണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. സോമനാണ്, ശ്രീ സോമൻ, താങ്കൾ എങ്ങനെയാണ് ഈ വലിയ മീനുകൾ എപ്പോഴും രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയെ കാണുന്നത്? എന്റെ പൊന്നു സാറേ, ഇത് എത്രയോ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു, ഒരു ഘട്ടം ഒന്ന് പിടിച്ച് അവനെ ഇത് ചെയ്തു അവനെ അത് ചെയ്തു വമ്പന്മാരെ വേറെ രീതിയിലേക്ക് വിടും. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഭരണാധികാരികളും എല്ലാം ഒത്തുചേർന്നുള്ള കളികളാണ്. ഇല്ലെങ്കിൽ ഈ വലിയ വലിയ കേസുകൾ വരുമ്പോൾ പിന്നീട് ഒന്നുമില്ല. ഇപ്പൊ മഹാരാജ കോളേജിൽ നിന്ന് അവര് തന്നെ പറഞ്ഞ് 20 ഗ്രാം പിടിച്ചെന്നു. പിന്നീട് എന്തോ തമിഴന്മാരായിരുന്നു കൊണ്ടുവന്നിരുന്നു. കോളേജിനകത്ത് തമിഴന്മാരെന്നൊക്കെ വരുന്നത്. അതൊക്കെ ഇങ്ങനെ അതേപോലെ ഇങ്ങനെ ഓരോന്ന് നീണ്ടു പോകും. ഓരോരുത്തരെ പിടിക്കും, ഇതുപോലെ പറയും, ജനങ്ങളുടെ മുമ്പിൽ അവരൊന്ന് കാണിക്കും. എന്തോ വേടരോ എന്തോ പറഞ്ഞൊരുത്തൻ, അവനെ പിടിച്ചു. അവർ 9 പേര്. നിസാരെ ഉള്ളെന്ന് പറയുന്ന കാറൊക്കെ പരിശോധിക്കുള്ളൂ. എങ്കിൽ തന്നെ ഇവരൊക്കെ പഴയ കാലത്തെ ഉള്ളെന്നുള്ള അവൻ സമ്മതിക്കുന്നു. അപ്പൊ ഇതിന്റെ ഉറവിടം കണ്ടുപിടിക്കണ്ട. ഇത് എവിടുന്ന് വരുന്നു, ഇതെങ്ങനെ വരുന്നു, ഇതെന്താ അവർ കാണാത്തത്? ഏതെങ്കിലും ഒരു നിസാരക്കാരനെ കയറി പിടിച്ചിട്ട് ഞാൻ അത്ര ശരി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ശ്രീ റിനീഷാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ റിനീഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പലപ്പോഴും ഈ താഴെത്തട്ടിലുള്ള ലഹരി വേട്ടയും അല്ലെങ്കിൽ വേട്ട എന്നൊക്കെ വിളിക്കാമോ എന്നറിയില്ല, അത്തരം ആളുകളൊക്കെ എന്തായാലും പിടിക്കുന്നുണ്ട്. അതൊക്കെ പലപ്പോഴും എക്സൈസുകാർക്ക് ഏറ്റവും എളുപ്പം പ്രശസ്തരായ ആളുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ വാർത്തയാവും ഒക്കെ വരും. പക്ഷെ ഇതിന്റെ അടിവേരിലേക്ക് എന്താണ് ആരും പോകാത്തത്? സാറേ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഹലോ, നമസ്കാരം. പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് റിനീഷാണ് സാർ സംസാരിക്കുന്നത്. മനസ്സിലായി റിനീഷ്, പറഞ്ഞോളൂ. സാർ, ഇതെല്ലാം ഒരു പ്രഹസനമല്ലേ സാറേ? ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കുകയല്ലേ ലഹരിക്കെതിരെ? വിത്ത് നിങ്ങളിപ്പോ സംസാരിക്കുന്ന ചാനൽ ഉൾപ്പെടെ മനസ്സിലായില്ല. ഈ ചാനൽ ഉൾപ്പെടെ ഇതിനൊരു മോട്ടിവേഷൻ അല്ലേ കൊടുക്കുന്നത്? ഏതിന് മോട്ടിവേഷൻ? എന്നിട്ടിപ്പോ ലഹരി ഇറങ്ങുന്നില്ലേ? താങ്കൾ ഉദ്ദേശിച്ച സാധനങ്ങൾ വിപണിയിൽ വിൽക്കുന്നില്ലേ? ആ വിപണിയിൽ വിൽക്കുന്നത് തടയണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഓക്കെ, ആവശ്യപ്പെട്ടോട്ടെ. ഇത് നിങ്ങൾ മോട്ടിവേഷൻ അല്ലേ കൊടുത്തോണ്ട്? അതെങ്ങനെയാണ് മോട്ടിവേഷൻ ആവുന്നത്? തീർച്ചയായിട്ടും സാറേ, ഇപ്പോഴും പറയുന്നു, ഈ പറഞ്ഞ വേടനെ പിടിച്ചു. ഇത് എവിടെയാണ് മോട്ടിവേഷൻ താങ്കൾക്കുണ്ടായത്? മോട്ടിവേഷൻ എനിക്ക് താങ്കൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതെങ്ങനെയാണ്? ഞാൻ തുടക്കം മുതലേ എത്രയോ തവണ ആവർത്തിച്ചു പറഞ്ഞു, ഇങ്ങേയറ്റത്തെ കണ്ണിയെ മാത്രം പിടിച്ചാൽ പോരാ, മേളിലേക്ക് പിടിക്കണം. ഇവരെ പിടിച്ചത് നല്ല കാര്യം തന്നെയാണ്. തുടക്കം മുതൽ തന്നെ എന്താ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ? ഞാൻ ചോദിച്ചത് താങ്കളുടെ ചോദ്യം ഞാൻ ലഹരി ഉപയോഗിക്കുന്നോ ഇല്ലയെന്നുള്ളതല്ലോ താങ്കളുടെ ചോദ്യം. നമ്മളുടെ വിഷയം എന്താണ്? ഇവിടെ താഴെ തട്ടിൽ നിൽക്കുന്ന ആള് മുതൽ മുകൾ തട്ടിൽ നിൽക്കുന്ന ആള് വരെ പിടിക്കണം. താഴെ തട്ടിൽ നിന്ന് ആളുകളെ പിടിക്കാൻ എളുപ്പമാണ്, അത് മാത്രം പോരാ എന്നുള്ളതാണ് വിഷയം. മോളിൽ തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു പ്രാധാന്യം ഇവിടെ ഇല്ല. ഉണ്ട് റിനീഷ്, ഉണ്ട്. പിന്നെ ആരാണ് ഇവിടേക്ക് ലഹരി എത്തിക്കുന്ന ആരാണ്? കോടിക്കണക്കിന്റെ ഈ MDMA ഒക്കെ എത്രയോ കോടി വേണം ഈ 1 കിലോയൊക്കെ എത്താൻ. സാധാരണക്കാരുടെ റിപ്പോർട്ട് മേടിച്ച് നിങ്ങളുടെ ചാനൽ ഇത് കൂട്ടലല്ല ചെയ്യേണ്ടത്. സാധാരണക്കാരുടെ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആവർത്തിച്ച് പറയുന്നു. ശരി, സമ്മതിച്ചോ? ആവർത്തിച്ച് പറയുന്നു, ആരെയെങ്കിലും താഴെത്തട്ടിലെ ആളായാലും ഉപയോഗിക്കുന്ന ആളെയായാലും അത് കച്ചവടം ചെയ്യുന്ന ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആളായാലും അവരെ ഒന്നും പിടിച്ചത് ശരിയല്ല എന്നല്ല, അവരെയൊക്കെ പിടിക്കണം എന്ന് തന്നെയാണ് ഇന്നലെ അടക്കം ഞങ്ങൾ ചർച്ച ചെയ്തത്. സിനിമാ മേഖലയിൽ നിന്ന് 2 സംവിധായകരെ പിടിച്ചപ്പോൾ ചർച്ച ചെയ്തത് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച അളവിനെ കുറിച്ചല്ല ചർച്ച ചെയ്തത്. സിനിമാ മേഖലയാണ് അവർ, അതുകൊണ്ട് തന്നെ കൂടുതൽ ചെറുപ്പക്കാർ സ്വാധീനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ജാഗ്രത ആ മേഖലയിൽ പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അത് തന്നെയാണ് ഇന്നലെ എടുത്ത സ്റ്റാൻഡ്, ഇന്നും എടുത്ത സ്റ്റാൻഡ്. പക്ഷേ എപ്പോഴും ഈ താഴെത്തട്ടിലുള്ള ആളുകളെ മാത്രം പിടിച്ച് ലഹരി വേട്ട അവസാനിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. ഇത് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്കൊക്കെ എത്തിക്കുന്ന വൻകിടക്കാരുണ്ടോ? ഈ വൻകിടക്കാരെ പിടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ വേരിറക്കാൻ കഴിയൂ. ഈ പിടിക്കപ്പെടുന്ന ഇവരൊക്കെ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ എത്തിക്കുന്നവരാണ്. ഇവർക്കാർക്കും 10, 20, 30, 40 കോടി കൊടുത്ത് ഈ സാധനം മേടിക്കാൻ കഴിവുള്ളതല്ല. അങ്ങനെ എത്തിക്കുന്ന ആളുകളിലേക്ക് കൂടി ഈ അന്വേഷണം എത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലഹരിയുടെ കണ്ണി മുറിക്കാൻ കഴിയൂ. അത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. ശ്രീ റിനീഷ്, താങ്കൾക്ക് അതിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന്. വൻകിടക്കാരെ പിടിക്കുന്നതിന് താങ്കൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ KG കുമാർ, ഈ താഴെത്തട്ടിലുള്ള ആളുകളെ പിടിക്കുന്നതിനൊപ്പം തന്നെ അവരിലേക്ക് ആരാണ് ലഹരി എത്തിക്കുന്നത്? ഈ കോടികളുടെ ബിസിനസ് നടത്തുന്ന യഥാർത്ഥ മറഞ്ഞിരിക്കുന്ന ഭീകരന്മാർ ആരാണ്? അവരിലേക്ക് കൂടി എത്തേണ്ട അന്വേഷണം. അതായത് ഈ വൻകിടക്കാരെ പിടിക്കുന്നതിൽ വിഷമം ഉണ്ടെന്ന് ചില ആൾക്കാരുടെ സംസാരത്തിന്റെ ധ്വനിയിലുണ്ടല്ലോ. അപ്പോൾ അവർക്കറിയായിരിക്കും വൻകിടക്കാർ ആരൊക്കെയാണെന്ന്.
അങ്ങനെയൊന്നുമല്ല, ചിലരിങ്ങനെ സംസാരിക്കുമ്പോ ഇതിനു വേണ്ടി സംസാരിക്കും. അല്ല, അല്ലെങ്കിൽ പിന്നെ അവരൊക്കെ ഇത്രയും വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളിപ്പോ അങ്ങനെ ഉദ്ദേശിക്കട്ടെ, ചിലര് ഒരു ഓളത്തിനൊക്കെ പറയുന്നതായിരിക്കും. ഈ പയ്യനെ എന്ന് പറഞ്ഞാൽ ഇവൻ ഭയങ്കര വേദാന്തം പറഞ്ഞുകൊണ്ടിരുന്നവനാണ്. കാര്യം ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാര്യം ഇവൻ ലഹരിക്കെതിരെ പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് അപ്പുറത്ത് ലഹരിക്ക് എതിരെ എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇതില് പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആയിപ്പോയി. കാര്യം നിന്ന് മൂത്രമൊഴിക്കുന്ന കുട്ടിയെ കുറിച്ച് പരാതി പറയാനായിട്ട് സ്കൂളിലെ അധ്യാപകൻ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ നടന്ന് മൂത്രമൊഴിക്കുന്നെന്ന് പറഞ്ഞ ആ പണിയായിപ്പോയി. കാര്യം ഇവൻ കാണിച്ചു. ഏതായാലും നമുക്ക് ശ്രീ ഉദയകുമാറാണ് പാലക്കാട് നിന്നും. ശ്രീ ഉദയകുമാർ, പലപ്പോഴും ലഹരി വേട്ട നടക്കുന്നത് അല്ലെങ്കിൽ ലഹരി പിടിക്കപ്പെടുന്നത് സാധാരണക്കാരായ ആളുകളുടെ പക്കൽ നിന്ന്, ചിലപ്പോൾ ഇപ്പോൾ സെലിബ്രിറ്റികളുടെ കയ്യിൽ നിന്ന് അടക്കം പിടിക്കപ്പെടുന്ന അവരെയൊക്കെ പിടികൂടുന്നത് നല്ലത് തന്നെയാണ്. അതൊരു നല്ലൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ലഹരി കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന വൻകിടക്കാരുണ്ട്, കോടികൾ ആസ്തിയുള്ളവർ. ആ യഥാർത്ഥ വേരുകളിലേക്ക് പലപ്പോഴും പോകുന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? സാർ, അത് ഇന്നലെ ഞാൻ നേരിൽ കണ്ടതാണ്. ഇവിടെ നല്ലേപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നമ്മുടെ CPM പാർട്ടി ഓഫീസുണ്ട്. അതിന്റെ നേരെ മുന്നിലൊരു സലൂൺ ഉണ്ട്. അവിടെ നിന്ന് 2 പിള്ളേരെ എക്സൈസുകാർ പിടിച്ചു. സിവിലാണ് വന്ന് പിടിച്ചത്. അവരുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് മൊത്തത്തില് നമ്മുടെ ഈ ഭാഗങ്ങളിൽ തന്നെ, പാലക്കാട് എന്ന് പറയുന്നത്, ഞാൻ ഒരു നല്ലേപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിൽ കണ്ടാലും നമ്മൾക്കത് പ്രതികരിക്കാൻ പറ്റില്ല സാർ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളെ തനിയിട്ട് അറ്റാക്ക് ചെയ്ത് കളയും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിന്റെ ഇടയിലുള്ളത് കൊണ്ടാണ് ആൾക്കാർ കണ്ടിട്ടും കാണാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പിടിക്കപ്പെട്ടവര് എന്ത് ചെയ്തു, ഇനി അവരിനെ കൊണ്ടുവന്നിട്ട് ഇതിന് ശിക്ഷ നടപടികൾ എന്താണ് ചെയ്യുന്നത്, ഇതൊന്നും മറ്റുള്ളവർ അറിയുന്നില്ലല്ലോ. സാർ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ശിക്ഷ എന്താണ് കൊടുക്കണത്? പിഴയിടുണ്ടോ ഇല്ല ഇവരെ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊണ്ട് തല്ലുക? ശ്രീ ഉദയകുമാറെ, അങ്ങനെ എന്തായാലും നമ്മുടെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ എടുക്കുന്നതിൽ നടപടികൾ ഉണ്ടാവുന്നുണ്ട്, ശിക്ഷ ഉണ്ടാവുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമൊക്കെയാണ്. അങ്ങനെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കണ്ണിയുടെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളുകൾക്കാണ് ശിക്ഷ കിട്ടുന്നത്. അവർക്കും ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഈ കണ്ണി ഇത് എവിടുന്ന് വരുന്നു എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ, ആ വരുന്ന സ്ഥലത്തെ വൻകിടക്കാരെ കൂടിയാൽ മാത്രമേ ഇതൊക്കെ കണ്ണി മുറിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഒരു കണ്ണി പോയാൽ അവരടുത്ത കണ്ണി ചേർത്ത് വീണ്ടും വിൽക്കാനൊക്കെ ആളുകളെ പിന്നെയും ഒക്കെ കിട്ടും. നമുക്ക് ശ്രീ ഉദയകുമാറാണ്, ക്ഷമിക്കണം, ശ്രീ ഉദയകുമാർ അല്ല, വത്സനാണ് അടിമാലിയിൽ നിന്ന്. ശ്രീ വത്സൻ, താങ്കൾക്ക് പറയാം. ഹലോ, പറയാം. ഇപ്പൊ നമുക്ക് ഈ പാലക്കാട് നിന്ന് ഇപ്പൊ ഇഷ്ടംപോലെ കള്ള് ഈ കേരളം മുഴുവൻ വിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കള്ള് പാലക്കാട് നിന്ന് കേരളം മുഴുവൻ വിൽക്കാനുള്ള കള്ള് എവിടെയാ പാലക്കാട് ഇരിക്കുന്നത്? ഇത് മുഴുവൻ വ്യാജക്കള്ള് വരുന്നതാ. അപ്പൊ ഇത് ഷാപ്പിലെ ഒരു ജീവനക്കാരൻ പറഞ്ഞ എക്സൈസുകാരെല്ലാ ദിവസവും വന്ന് ഷാപ്പിൽ വന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 കുപ്പി കള്ള് ഞങ്ങൾ വേറെ വെച്ചേക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഇവർക്കെല്ലാം മാസപ്പടി കിട്ടിയൊക്കെ നമ്മുടെ വിഷയം അത് കള്ള് വിൽക്കുന്നോ അല്ലെങ്കിൽ ചാരായം വിൽക്കുന്നോ അല്ലെങ്കിൽ അല്ല ഈ മദ്യം വിൽക്കുന്നോ അല്ല. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഈ ലഹരി വസ്തുക്കൾ, ആ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് ഇതൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ നിന്നൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ എത്തുന്നത്. ഈ ഹൈബ്രിഡ് കഞ്ചാവൊക്കെ വിമാനത്താവളങ്ങൾ വഴിയൊക്കെയാണ് കടത്തിക്കൊണ്ടുവരുന്നതാണ് പറയുന്നത്. ഇതെല്ലാം ലഹരിപ്പെടുന്നതാ. അപ്പം ഇവര് ഇപ്പൊ അറിവില്ലാതെ, ഉദ്യോഗസ്ഥന്മാർക്ക് അറിവില്ലാതെ ഇതുപോലെ വളം വെച്ച് കൊടുത്തിങ്ങനെ വളർത്തി. ശരി, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് ലിജേഷ് ആണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ലിജേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാൻ ഈ വിഷയത്തെ കാണുന്ന വെച്ചാല് ഇതേപോലുള്ള ആളുകളെയൊക്കെ ശരിക്കും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. അല്ലാണ്ട് ഇതേപോലെ 6 ഗ്രാം, ഇതൊന്നും 6 ഗ്രാം ഒന്നും ആയിരിക്കുന്നില്ല ഇപ്പൊ അവിടെ ഒന്ന് പിടിച്ചേക്കണത്. അതൊക്കെ മാറ്റി ഇവര് എല്ലാരും സംരക്ഷിക്കാൻ നോക്കണേ. ഇപ്പൊ ഷൈൻ ടോം ചാക്കോ ഒക്കെ നല്ലൊരു കേസ് വന്നതായിരുന്നു, അതൊക്കെ മുക്കിക്കളഞ്ഞില്ലേ അവര്. ശരി, വിനോദ് കുമാറാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ വിനോദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പലപ്പോഴും ഈ വാർത്ത വരുന്നതൊക്കെയും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് തൊട്ടുമുന്നിൽ നിന്ന് അത് വിൽക്കുന്ന ആളുകളൊക്കെയാണ്. അവരെയും പിടിക്കേണ്ടത് തന്നെയാണ്, അത് മുറിക്കണം തന്നെ. പക്ഷെ അവിടെ നിന്ന് മേളോട്ട് കയറി യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇവിടെ എത്തിക്കുന്ന വൻകിടക്കാരിലേക്ക് എത്തണം, അതിന് എപ്പോൾ കഴിയുന്നില്ല. എന്താണ് അതിന് കാരണം? സാറേ, അതൊരു വലിയ വിഷയം തന്നെയാണ് സാറേ. കാരണം സാധാരണ പറഞ്ഞോളൂ. സാധാരണ ഇതിന്റെ ഏറ്റവും അടിയിലുള്ള ആളുകളാണ് പിടിക്കപ്പെടുന്നത്. പക്ഷെ നമ്മുടെ
നമ്മുടെ ഈ വിശാലമായ രാജ്യമായതുകൊണ്ട് ചില സംസ്ഥാനത്തൊക്കെ മയക്കുമരുന്ന്, കഞ്ചാവ് പോലുള്ള സാധനങ്ങളൊക്കെ കൃഷി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇത് ഇവിടെ നാട്ടിൽ സുലഭമായി എത്തിക്കുന്നതിന് ഈ ഓപ്പിയം പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെല്ലാം വിജിലന്റ് ആകുമ്പോൾ മാത്രമേ നമ്മളെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നമല്ലേ, ശ്രീ ബഷീറാണ് മലപ്പുറത്തുനിന്നും. ശ്രീ ബഷീർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? സാർ, എനിക്ക് ആദ്യം തോന്നുന്നൊരു കാര്യം, ഈ ചെറിയ അളവിൽ പിടിച്ചിട്ട് അത് വാണിജ്യാവശ്യത്തിനായിട്ടല്ല, അതുകൊണ്ട് അവരെ ജാമ്യം കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അത്തരം കേസുകൾ നമ്മളെ സ്കൂൾ പിള്ളേരും നമ്മുടെ അയൽപ്പക്കത്തുള്ള കുട്ടികളൊക്കെയാണ് കൂടുതലായിട്ട് ഇതിന്റെ ഗൗരവം തിരിച്ചറിയുന്നത്. അത് നിയമം മാറ്റേണ്ട ആവശ്യം ഒന്ന്. പിന്നെ ജാമ്യം കിട്ടിയാൽ പോലും അതെല്ലാം കോടതിയിലേക്ക് പോവുകയും ശിക്ഷ വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അല്ലാതെ ജാമ്യം കിട്ടിയതുകൊണ്ട് കേസ് അവസാനിക്കുന്നില്ല, കേസ് കോടതിയിൽ തുടരും. പക്ഷെ സാറ്, അങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ഇതേപോലെ വീണ്ടും അതിനായിട്ട് അത് ശരിയാണ്. നമ്മൾ അതിന്റെ ഒരു വശം എനിക്കും താഴെത്തട്ടിൽ കുറെ കൂടി ഫലപ്രദമായ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്തിക്കുന്ന ആളുകളെ, ഇപ്പൊ ആളുകൾ പറയുന്നത് പോലെ ഈ കണ്ണിയുടെ ഇങ്ങേറ്റം പിടിച്ചാൽ പോരാലോ. യഥാർത്ഥ കണ്ണി ഇത് അന്യ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച് കേരളത്തിലേക്ക് എത്തിക്കുന്ന വലിയ ആളുകളുണ്ടല്ലോ, അവരെ അല്ലേ യഥാർത്ഥത്തിൽ ആദ്യം പിടികൂടി ആ കണ്ണിയല്ലേ മുറിക്കേണ്ടത്? സാറേ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു കറപ്ഷൻ ഫ്രീ, നമ്മൾ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രാജ്യം വരേണ്ട സാറേ. കാരണം ഇതിലും ഇപ്പൊ ഇങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് മാർഗങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 10% ഉദ്യോഗസ്ഥരും കറപ്ഷൻസ് ചെയ്യുന്നുണ്ടാവും. ഉറപ്പായും കാണും. എവിടെയെങ്കിലും ഒക്കെ ആളുകൾ കണ്ണടച്ചു കൊടുക്കാതെ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തില്ല. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യം, ഈ ഇത്തരം താഴെത്തട്ടിലുള്ള ആളുകളില്ല, അത് വിതരണം ചെയ്യാൻ ആളുകൾ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരിത് എത്തിച്ചിട്ട് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളത് താഴെത്തട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാൻ ഒരാൾ പോയാൽ, ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പോയാൽ അടുത്ത ആൾ, പലരും പണത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഇതിനു വേണ്ടി ഇറങ്ങുക. ചിലർ ഇത് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനെ പല കാരണത്താൽ അരക്ഷിതമായി ജീവിക്കുന്ന ആളുകളൊക്കെ ഈ ഇത്തരം സാഹസത്തിനൊക്കെ പലപ്പോഴും മുതിരുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ എത്തിക്കുന്ന ഏറ്റവും പ്രധാനം, ഇതിൻ്റെ പിന്നിൽ ഇവർക്ക് താഴെത്തട്ടിൽ ഒരാളെ പിടിച്ചാൽ അയാൾ ജയിലിൽ കടന്നു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കോടികളുടെ ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. അവരെയാണ് യഥാർത്ഥത്തിൽ പിടിച്ച് അവരെയാണ് ആദ്യം തടയേണ്ടത്. ഇവരെയും തടയേണ്ട എന്നല്ല, ഇവരെയും തടയുക തന്നെ വേണം. അത് തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ അത് നമുക്കിപ്പോ ഒരു സാധാരണ നാട്ടിലെ ഒരാൾക്കോ നാട്ടിലെ ഒരു ഭരണകൂടത്തിന് കഴിയണം അതിന്. അവിടെ അത് ഇപ്പൊ ഈ പ്ലാസ്റ്റിക്കിന്റെ കാര്യം പോലെ തന്നെയാണ്, അവിടെയാണ് അത് ബ്ലോക്ക് ചെയ്യേണ്ടത്, ഇവിടെയല്ല. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, ഈ പലപ്പോഴും ചെറിയ മീനുകളൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്, പക്ഷേ വലിയ മീനുകൾ വല ഇടുന്നില്ല, അല്ലെങ്കിൽ പൊട്ടിച്ചു പോകുന്നുണ്ട്. എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം? അല്ല, ഇത് നമ്മള് വലിയ മീനുകളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്ക് പോലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെയുള്ള മയക്കുമരുന്ന് മാഫിയയാണ് നമ്മുടെ പോർട്ടിലൂടെ ഇത് കൊണ്ടുവരുന്നത്. അപ്പം ആ പോർട്ടിന്റെ അവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ രക്ഷപ്പെടും. അപ്പൊ അത് ആരാ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പൊ കേരളത്തില് കേരള പോലീസ് ഈ കഴിഞ്ഞ 3.5 മാസം, അതായത് ഏപ്രിൽ 14 വരെയുള്ള ഒരു 3.5 മാസം ഏകദേശം 21,362 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 14,530 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 94 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരെ ഏകദേശം 100ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദീർഘദൂര വണ്ടികളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന മയക്കുമരുന്ന് ഏകദേശം 64 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡാർക്ക് വെബ് വഴി വരുന്ന അനേകം കേസുകളുണ്ട്. അതേപോലെ 40 പേരോളം പ്രതികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഏകദേശം 4,500 പേർക്കോളം ഈ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ താഴെത്തട്ടിൽ നമ്മളിപ്പോ ചെയ്തില്ല എന്ന് ഒരിക്കലും താഴെത്തട്ടിൽ ചെയ്യുന്ന ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ. താഴെത്തട്ടിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ മുകളിലേക്ക് പോകണം. അതെ, ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ. അപ്പൊ നമ്മളൊന്നും ചെയ്തില്ല എന്നല്ല പറയുന്നത്. ഇത് ഇനി നോക്കൂ, 3.5 മാസം കൊണ്ടാണ് 21,000 ചില്ലാനം പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, അപ്പൊ എത്രമാത്രം വ്യാപകമാണ് ഇത് എന്നുള്ളതാണ്. അത് ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ട്. ഇതിന് കേരള പോലീസ്, ഒരു സംസ്ഥാന പോലീസിന് ഒരു പരിമിതിയില്ലേ? ഇവിടുത്തെ വലിയ മീനുകളെ പിടിക്കേണ്ടത് ആരാണ്? നെർക്കോട്ടിക്സ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൊണ്ടു നടക്കുന്നതല്ലേ? അപ്പൊ ഇത് കൊണ്ടുവരുന്ന വഴി, നേരത്തെ കൃഷ്ണൻകുട്ടി പറഞ്ഞതുപോലെ പോർട്ടിന് അവിടെ അത് ഞാൻ കൃഷ്ണൻകുട്ടിയോട് നേരത്തെ പറഞ്ഞിരുന്നു. താങ്കൾ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്, ഉത്തരവാദിത്തമില്ലെന്ന് ആരും പറയുന്നില്ല. അത് പോർട്ടിൽ തടയേണ്ടതാണ്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിലേക്ക് വൻകിടമായി ഈ എത്തുന്ന 2 ഗ്രാമുകാരനെയും 10 ഗ്രാമുകാരനെയും ഒക്കെ പിടിക്കുന്നതിനപ്പുറത്തേക്ക് കിലോ കണക്കിന് ഇതൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ കേരളത്തിൽ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. വേറെ ഒരു പോർട്ടിൽ വന്നാൽ അത് കേരളത്തിൽ എത്തുന്നുണ്ട്. അതൊക്കെ തടയാൻ കഴിയണം.
ഇത് കൊണ്ടുവരുന്ന സോഴ്സ് എത്തി പോകുമ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലാണ്. ആ ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് നമ്മുടെ പോർട്ട് വഴിയാണ് വരുന്നത്. ആ പോർട്ടിന്റെ അവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിലോട്ടുള്ള ഇത് വരും. ശരി, അത് സംഭവിച്ചു. പക്ഷെ അവിടെ നിന്ന് കേരളത്തിലേക്ക് വരുന്നതിൽ അതിർത്തി കടന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ടല്ലോ. അല്ല, അത് തന്നെ, അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇത്രയും പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുരേഷാണ്. ശ്രീ സുരേഷിന് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതെ, ഇപ്പോ ഈ ചർച്ചയ്ക്കെടുത്ത വിഷയം നല്ലൊരു വിഷയമാണ്. അപ്പോ ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചപ്പോ ഏതോ ഒരു ആലപ്പുഴന്ന് ഒരുത്തൻ പറഞ്ഞത്, ഹലോ ഞാൻ കേട്ടു, അദ്ദേഹം പറയുന്നത് നമ്മളിതിനെ എന്തോ പ്രോത്സാഹിപ്പിക്കലാണ്. അതെ, എങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കിയത് എനിക്ക് മനസ്സിലായില്ല. അത് കേട്ടപ്പോ എനിക്ക് തോന്നി എങ്ങനെയാണ് ഇത് മോട്ടിവേഷൻ ആകണമെന്നുള്ളത്. ഇരി വരും, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു പുള്ളി അത് ആ തരത്തിലാണ് എടുത്തത്. അല്ല, ഇത്തരം ഈ ചാനലുകളുടെ ഇടപെടലും രാഷ്ട്രീയ ഇടപെടലും കേന്ദ്ര സർക്കാരും എല്ലാ സർക്കാരും സജീവമായിട്ട് ഇതിനെതിരെ നല്ലപോലെ പ്രയത്നിക്കണം എന്നുള്ളതും എതിരെ. ശരി, അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായത് അതിശക്തമായ അഭിപ്രായം തന്നെയാണ്. താഴെത്തട്ടിലുള്ള ആളുകളെ പിടിക്കണ്ട എന്ന് തന്നെയല്ല, അവരെ പിടിക്കുകയും ശിക്ഷ കൊടുക്കുകയും എല്ലാം വേണം. അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമായോ ഇവിടേക്കൊക്കെ എത്തിക്കുന്ന ആളുകളുണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവും MDMA ഒക്കെ അത് എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാരായാലും ഇനി ഒരു പോർട്ടൽ വന്നു കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങളെത്താതിരിക്കാൻ സംസ്ഥാന സർക്കാരായാലും വലിയ ഉത്തരവാദിത്തം, വലിയ പോരാട്ടം ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന ഇത്തരത്തിലേക്കുള്ള മയക്കുമരുന്ന് ലോബിയെ തടയാൻ കഴിയൂ. അത്തരം ഒരു ജാഗ്രതയാണ് സജീവമായി തന്നെ ഈ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് എടുക്കേണ്ടത് എന്നുള്ള പൊതു അഭിപ്രായമാണ് പൊതുവേ ഉണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.